യാക്കോബക്കാരുടെയും കത്തോലിക്കരുടെയും വിഗ്രഹാരാധന എന്ന് പറയുന്നത് കന്യാമറിയാനോട് പ്രാർത്ഥിക്കുന്നതോ മെഴുകു പ്രതിമ ഉണ്ടാക്കി വയ്ക്കുന്നതല്ല. അതെല്ലാം വിഗ്രഹാരാധനയാണ്. അതിനേക്കാളൊക്കെ ഗൗരവമായ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഈ അപ്പം യേശുക്രിസ്തു എന്ന് പറയുന്നതാണ്. ആ അപ്പത്തെ വണങ്ങുന്നത് യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞ് വണങ്ങി ആ ശരീരം നുറുക്കാൻ വേണ്ടി ഇയാൾ യേശുക്രിസ്തുവായി മാറുന്നത്, ചുറ്റും ഏഞ്ചൽസ് വന്ന് കിണി 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 നടിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല? ഭയങ്കര മണിയടിച്ച് ഇതെല്ലാം ചെയ്യുന്നത് ക്രിസ്തുവാണ് അത് ചെയ്യുന്നതെന്നുള്ളതാണ്. കത്തോലിക്കരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. കത്തോലിക്കർ അതുകൊണ്ടാണ് ഈ റവറൻറ്റ് ഫാദർ എന്നൊക്കെ വിളിക്കുന്നവരെ. അതായത് റവറൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയത്തോടെ വിറയ്ക്കപ്പെടേണ്ട ആളെന്നുള്ള അർത്ഥത്തിലാണ്. അയാളുടെ പേര് കേൾക്കുമ്പോഴേ നമ്മൾ ഭയം കൊണ്ട് വിറയ്ക്കണം. അതാണ് റെവറൻസ് എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് നമുക്കൊരു റെവറൻഷ്യൽ ഫിയറാണ്, റെവറൻസ് ഉണ്ടാണ്. അപ്പോൾ അതേ റെവറൻസ് ആരോടും വേണം. ഈ കുപ്പായിട്ട് നിൽക്കുന്ന അച്ഛനോടും വേണമെന്നവർ ഡിമാൻഡ് ചെയ്യുന്നു. ഇതാണ് ആ തിയോളജി. പക്ഷെ നമ്മൾ അങ്ങനെയല്ല അപ്പം നുറുക്കുന്നത്. നമ്മളപ്പം നുറുക്കുന്നത് നാം നുറുക്കുന്ന അപ്പം. ആര് നുറുക്കുന്ന അപ്പം? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അപ്പോൾ ഒരു അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഗമാണ് നുറുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അപ്പത്തിൽ ആരുണ്ട്? ഞാനുണ്ട്. അപ്പത്തിൽ ആരുണ്ട്? നിങ്ങളുണ്ട്. എല്ലാവരും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ചെന്ന് എൻ്റെ ഭാഗം നുറുക്കുക. നിങ്ങളപ്പോൾ എല്ലാവരും നുറുക്കി എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അപ്പം യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇതാണ് അപ്പം നുറുക്കുന്നതിൻ്റെ ടെക്നോളജി, തിയോളജി. അപ്പം ഈ പെന്തക്കോസ്ത് സഭകളിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പം ഇങ്ങനെ നുറുക്കി പീസാക്കി വെച്ചേക്കും. എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് കൊടുക്കും. അതും പാടില്ല. ശരിക്കും ഓരോരുത്തരും, കാരണം വേദപുസ്തകത്തിൽ പറയുന്നത് ഞങ്ങൾ അപ്പം നുറുക്കാനായി കൂടി വന്നപ്പോൾ എന്നാണ്. അവർ അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോകുന്ന അല്ലേ? അത് നുറുക്കി തന്ന അപ്പം തിന്നിട്ട് പോകുന്നതാണോ? ആണോ? പാസ്റ്റർ നുറുക്കി തരുന്ന, അച്ഛൻ നുറുക്കി തരുന്ന അപ്പം തിന്നാൻ പോകുന്നതാണോ? അല്ല. എന്താ പറയുന്നത്? അപ്പം നുറുക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു എന്നാണ്. 20-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയിൽ 20:7 പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കുന്നതിനായി കൂടി വന്നപ്പോൾ. എന്തിന്? അപ്പം തിന്നാൻ വേണ്ടിയല്ല, നുറുക്കുകയാണ് പ്രധാനം. അപ്പോൾ നമ്മൾ എല്ലാവരോടും നുറുക്കുമ്പോൾ അതിനർത്ഥം എന്താ? തിന്നണ്ടെന്നല്ല കേട്ടോ, അത് ഭക്ഷിക്കണം. അത് ഭക്ഷിക്കുമ്പോൾ നമ്മൾ ആ മരണത്തെ പ്രസ്താവിക്കുന്നു, നമുക്ക് ജീവൻ പ്രാപിച്ചതിനെ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ നുറുക്കപ്പെടുക. ആ അപ്പം നുറുക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ആ അപ്പത്തിൽ അംശികളായി മാറുന്നു. സ്നാനപ്പെട്ടവർക്ക് മാത്രമേ പക്ഷേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് വേദപുസ്തകത്തിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ അപ്പം നുറുക്കി ആ അപ്പത്തെ മുമ്പിൽ ഒരുക്കി വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത്. ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കർത്താവേ, ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ അപ്പം നിൻ്റെ ശരീരത്തെ ഓർമ്മിപ്പിക്കുന്നു. നീ ഞങ്ങൾക്കായി തകർന്നു പോയത് ഞങ്ങൾ ഓർക്കുന്നു. ആ അപ്പം ഞങ്ങൾക്ക് ജീവനുള്ള അപ്പമായി മാറി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായി മാറി ഞങ്ങൾക്ക് നിത്യജീവൻ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കഴിച്ചിട്ട് മരിച്ചുപോയ അപ്പം പോലെയല്ല, നിത്യജീവനിലേക്ക് ഞങ്ങളെ കടത്തിവിടുന്ന ആത്മാവിനാൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചിട്ട് നിൻ്റെ ജീവൻ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. അത് ഓർക്കാൻ വേണ്ടി ഈ അപ്പത്തെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഇതാണ് വർഷിപ്പിൻ്റെ ഫോർമാറ്റ്. ആ വർഷിപ്പിനകത്ത് യാഗമുണ്ട്. ആരാധനയിൽ എന്തുണ്ട്? യാഗമുണ്ട്, യാഗത്തിൻ്റെ രക്തമുണ്ട്, പാപപരിഹാരമുണ്ട്, പിതാവിൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ ധാരാളമായ പ്രവേശനവുമുണ്ട്. നമ്മുടെ ഇവിടുത്തെ പള്ളികളിലൊക്കെ പോകുമ്പം നമ്മുടെ ഈ പ്രത്യാശ എവിടെ ഹൂക്കായിരിക്കുന്നറിയോ? അവിടുത്തെ അച്ഛൻ്റെ കുർബാനയിലാണ് ഹൂക്കായിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വിലയൊന്നുമില്ല. ഇപ്പം ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. മരിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒപ്രൂഷ്മ തന്ന് എന്നെ പറഞ്ഞു വിടും അല്ലേ? പക്ഷേ ആ മരിക്കുന്നതിന് ഒപ്രൂഷ്മയ്ക്ക് ഇടയ്ക്ക് ഞാൻ പാപം ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ട് പിന്നെ നരകത്തിൽ പോകേണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് 9-ാം ദിവസം അച്ഛൻ വന്ന് ഒരു കുർബാന കൂടെ ചൊല്ലും. 40-ാം ദിവസം പിന്നെയും വരും. ഈ ആദ്യത്തെ കുർബാന കൊണ്ട് സോൾവ് ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ പാപവും ചെയ്യുന്നില്ലല്ലോ അല്ലേ? മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പാപവും ചെയ്യുന്നില്ലല്ലോ. ഈ 9-ാമത്തെ ദിവസത്തെ കുർബാന കൊണ്ട് തീരേല. 40-ാം ദിവസം അച്ഛൻ പിന്നെയും വരും, വർഷാവർഷം പിന്നെയും വരും. ഒരു പ്രോമിസും ഇല്ല, വാഗ്ദത്വവും ഇല്ല. എത്ര കുർബാന കഴിഞ്ഞാലും ചെയ്ത് സ്വർഗത്തിൽ പോയെന്ന് അച്ഛനും അറിയത്തില്ല, അച്ഛൻ പോകുന്ന പോലും അച്ഛൻ അറിയത്തില്ല. ഇതെപ്പോഴെങ്കിലും തീരുമെന്നും അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് എന്തില്ല? ശക്തിയുള്ള പ്രബോധനമില്ല, അതിന് തക്കതായ ഒരു പുരോഹിതനും ഇല്ല. ഒന്ന് ആലോചിക്ക്. ചുമ്മാ പോയി കൂടുക, വർഷം. എത്ര വർഷം കഴിഞ്ഞാലും നോ പ്രോമിസ്. സ്വർഗത്തിൽ പോയി എന്നുള്ളത് ഉറപ്പില്ല, വാഗ്ദത്വം ഇല്ല. സ്വർഗത്തിൽ പോയി ഉറപ്പുണ്ടെങ്കിൽ യാഗം കഴിക്കുന്ന നിന്ന് പോവുകയില്ലയോ? ഇല്ലേ? അങ്ങനെയല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? ഇത് വർക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വർക്കായി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. പിന്നെ യാഗം കഴിക്കരുത്.
വർക്കായിപ്പോയി. പിന്നെ അയാൾ സ്വർഗത്തിൽ പോയാൽ പിന്നെ അയാൾ പാപം ചെയ്യാൻ പിന്നെ ജീവിച്ചിരിക്കുന്നില്ല. പിന്നെ എന്തിനാ അയാൾക്ക് വേണ്ടി ആകാൻ കഴിക്കുന്നു? ഒരു പ്രോമിസും ഇല്ല. നിങ്ങൾ ലോകത്തിൽ ഏത് മതത്തിലേക്ക് നോക്കിയാലും ഈ രക്ഷയുടെ വാഗ്ദത്വം അവിടെയെങ്ങും ഇല്ല. മനസ്സിലായോ? പോയാ പോയി, വന്നാ വന്നു. എല്ലായിടത്തും അങ്ങനെ. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ലോകത്തിൽ ഏത് മതമായാലും ഈ പ്രത്യാശയുടെ നങ്കൂരം എന്ന് പറഞ്ഞൊരു സാധനം ഈ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറൊരു മതത്തിലും അത് ഉണ്ടായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. പോയാ പോയി, വന്നാ വന്നു. പിന്നെ ബോംബ് പൊട്ടിത്തെറിച്ച് ചത്താൽ ചില മതങ്ങളിലൊക്കെ പോകുമെന്ന് പറയുന്നില്ല. അതിനുവേണ്ടി ഇപ്പോൾ ചാവാൻ പോകാൻ പറ്റില്ലല്ലോ. അതാണ് അവരുടെ അങ്ങേയറ്റത്തെ പ്രോമിസ്. പക്ഷെ നമ്മുടെ വാഗ്ദത്വം അങ്ങനെയല്ല. ഈ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം ഈ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന പൗരോഹിത്യങ്ങളെ പോലെയല്ല. അത് എന്നേക്കുമായി ഒരിക്കലായി നമുക്ക് പ്രവേശനവും വാഗ്ദത്വവും തന്നിരിക്കുന്നു. അപ്പം നിങ്ങളത് ശരിയായില്ല, മതിയായില്ല, പോകുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെയാണ് തള്ളി പറയുന്നത്? ഈ യാഗത്തെയല്ലേ തള്ളി പറയുന്നത്? ആണോ അല്ലയോ? അല്ലേ? അപ്പോൾ എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവിശ്വാസിക്കും പറയാവുന്ന അതേ കാര്യങ്ങൾ മാത്രമാണ് നമ്മളും ആരാധിക്കുമ്പോൾ ദൈവത്തോട് പറയുന്നത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എല്ലാവരും സഹായിച്ചല്ലോ അല്ലേ? മോഡിയെ സഹായിച്ചില്ലേ? ഇല്ലേ? പിണറായിയൊക്കെ എന്തോരം സഹായിക്കുന്നു അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ട് സഹായിക്കും. അങ്ങനെ പറയാൻ വേണേ പുള്ളിക്ക്. പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പുള്ളി എല്ലാ പ്രാവശ്യവും ഗുരുവായൂരിന് പോയിരുന്നു. അത് ദൈവം സഹായിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ എല്ലാം ഈ ദൈവം സഹായിച്ചു എന്നുള്ള ആ ഒരു കാര്യം എല്ലാ മതങ്ങളിലും ഉണ്ട് ഇല്ലേ? ഇല്ലേ? എല്ലാ മതങ്ങളിലും ഇല്ലേ? ഇപ്പം നമ്മുടെ വ്യത്യാസം എന്താ? അവർക്ക് ആർക്കും പാടാൻ പറ്റാത്ത ഒരു സ്തുതിഗീതം നമ്മൾ പാടുവാണെങ്കിൽ അത് എന്തായിരിക്കും? ദൈവം ആത്മാവാണ്. ദൈവത്തിൻ്റെ സ്വഭാവം ആത്മിക സ്വഭാവമാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നേരത്തെ ആരാധിക്കുന്നതിന് പല രീതികളുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കൂട്ടം, അതായത് ശമരിയക്കാർ ഗെരിസിം മലയുടെ മുകളിലാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽ മക്കൾ യെരുശലേമിൽ പോയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഓരോരുത്തർക്കും ഓരോ ആരാധന രീതികളുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയാണ്. ഇന്നും പലരും പല സ്ഥലത്ത് പോയാണ് ആരാധിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ദൈവം ആത്മാവായതുകൊണ്ട് അവനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കേണ്ട ഒരു നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ ഏത് സ്ഥലത്താണ് എന്നുള്ളത് പ്രശ്നമല്ലാത്ത ഒരു സമയം വരുന്നു. ആ മലയിലുമല്ല, യെരുശലേമിലുമല്ല, ആത്മാവിൽ ദൈവത്തെ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ വെളിപ്പാടിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലം വരുന്നു. അപ്പോൾ ഈ പുതിയ നിയമ ആരാധനയുടെ പ്രത്യേകത, ആത്മാവിലുള്ള ആരാധനയുടെ പ്രത്യേകത, നാം ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ച് മറകളില്ലാതെ, തിരശീലകളില്ലാതെ, ആ തിരശീലയ്ക്കപ്പുറത്തുള്ള മഹാപുരോഹിതൻ നമുക്കായി ഒരു ജീവനുള്ള പുതുവഴി, തൻ്റെ ദേഹമെന്ന തിരശീല കീറി ജീവനുള്ളൊരു പുതുവഴി തുറന്ന് ആ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് നമ്മളെ കയറ്റിവിട്ടു. ഇന്നും പള്ളികളിൽ തിരശീലയുണ്ട്. പക്ഷേ കർത്താവ് ആ തിരശീല പണ്ടേ കീറിക്കളഞ്ഞതാണ്. അവൻ്റെ ദേഹം തന്നെ ആ തിരശീല. അപ്പം പഴയ നിയമത്തിലുള്ള തിരശീലയുടെ അതിവിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലവുമായിട്ട് വേർതിരിക്കുന്ന ആ തിരശീല യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമായിട്ടാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. ആ തിരശീല, കർത്താവിൻ്റെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ ആ തിരശീല നീങ്ങുകയും നമ്മൾ ധൈര്യപൂർവ്വം കൃപാസനത്തിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആത്മാവിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. നമുക്ക് പാപികളായ ആർക്കും കർത്താവിനെ ആരാധിക്കാൻ കടന്നു ചെല്ലാൻ സാധിക്കത്തില്ല. കാരണം അവൻ്റെ സന്നിധിയിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മുഖത്ത് നോക്കി ആരാധിക്കാൻ, ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുവാൻ ഒരിക്കലും പാപികളായ ആർക്കും സാധിക്കില്ല. പാപികളായ ആളുകൾക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ അവർക്ക് ഒരു യാഗം കഴിക്കേണ്ടത് ആവശ്യമാണ്. ഈ യാഗം കഴിക്കുക എന്നുള്ളതാണ് പഴയ നിയമ പിതാക്കന്മാരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവർ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് യാഗം? പാപങ്ങളുള്ളത് കൊണ്ട് ഈ പാപത്തിന് പരിഹാരം വരുത്താതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയാത്തത് കൊണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്? എങ്ങനെയാണ് ചെല്ലുന്നത്? ഇന്ന് ആരെങ്കിലും യാഗം കഴിച്ചോ? കഴിച്ചില്ല. നമുക്കായി
എന്നേക്കുമായുള്ള ഒരു യാഗം കഴിക്കപ്പെട്ടിരിക്കുന്നു. ആ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നത്. ഇന്ന് നിങ്ങളിവിടെ വന്നിട്ട് ആ യാഗത്തെക്കുറിച്ച് ഓർത്തോ? നമ്മളെങ്ങനെയാണ് കടന്നു വന്നത്? കൈ വീശി കടന്നു വന്നു അല്ലേ? നമ്മളെങ്ങനെയാണ് കടന്നു വന്നതെന്ന് ഓർത്തോ? ആ യാഗത്തിൻ്റെ മുമ്പിലേക്കാണോ നമ്മൾ വന്നത്? കർത്താവിൻ്റെ ശരീരം നമുക്കായി നുറുക്കപ്പെടുകയും അവൻ്റെ രക്തം നമുക്കായി നൽകപ്പെടുകയും ചെയ്തു. ആ യാഗത്താൽ നമ്മൾ ശുദ്ധിയുള്ളവരായി കർത്താവിൻ്റെ അടുത്തേക്ക്, നമ്മൾ യാഗമൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ആ യാഗത്തെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത്. കാരണം യാഗം കൂടാതെ പിതാവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യാഗം കഴിക്കുന്നത് നമ്മളല്ല, കർത്താവാണ് ആ യാഗം കഴിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ എങ്ങനെ നമ്മൾ ആരാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ദൈവത്തെ എന്തുമാത്രം പരിചയമുണ്ടോ അതനുസരിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ എന്തുമാത്രം പരിചയമുണ്ടോ ഒരാൾക്ക്, ആ പരിചയം അനുസരിച്ചാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഇപ്പോൾ ദൈവത്തെ എങ്ങനെയാണ് ഒരാൾ പരിചയപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾക്ക് പരിചയമെങ്കിൽ നമ്മൾ ആരാധിക്കുന്നത് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാവുന്ന തടസ്സങ്ങളെല്ലാം മാറ്റി തന്ന ദൈവത്തിന് സ്തോത്രം എന്നായിരിക്കും. ആഹാരം തരുന്ന ദൈവത്തെയാണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ, അത്രയും നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതെങ്കിൽ, കാക്കയ്ക്കും കുയിലിനും പക്ഷിക്കും പശുവിനും എല്ലാം അറിയാവുന്ന ദൈവം അല്ലേ, ആ ദൈവത്തെ ആയിരിക്കും നമ്മൾ ആരാധിക്കുന്നത്. അതായത് അനുദിനം ആഹാരം തന്ന് നമ്മളെ പുലർത്തുന്ന ദൈവം. ഈ അനുദിനം ആഹാരം തന്ന് പുലർത്തുന്ന ആർക്കൊക്കെ അറിയാം? ലോകത്തിൽ സകല ജീവജാലങ്ങൾക്കും അറിയാം, പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ അറിയാം അന്നദാതാവായ ഒരു ദൈവമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ദൈവത്തെ ആരാധിക്കാം. ആ ആരാധനയാണോ പുതിയ നിയമ ആരാധന? ആണോ അല്ലയോ? അല്ല. പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് എന്നെ കഴിഞ്ഞ ആഴ്ച നടത്തിയെന്നോ കരുതിയെന്നോ ഒന്നുള്ളതല്ല. അത് അംബാനിക്ക് വേണമെങ്കിലും പറയാം, കർത്താവ് എന്നെ കരുതി. നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും ദൈവം എന്ത് ചെയ്യുന്നു? മഴ പെയ്യിക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു, പരീക്ഷയ്ക്ക് പാസ്സാക്കി തരുന്നു, രോഗസൗഖ്യമാക്കി കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു. അപ്പോൾ അതൊന്നും ക്രിസ്ത്യാനിയുടെ പുതിയ നിയമ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലുള്ള ആരാധനയല്ല. അവിടെ നമ്മളെല്ലാം കാണുന്ന ദൈവം ഏത് ദൈവമാണ്? ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ലോകത്തിലെല്ലാവരുടെയും ദൈവമാണ്. ആ ദൈവത്തെ നമ്മളും കാണുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മളും സാധാരണ മനുഷ്യരെ പോലെ അപ്പുറത്ത് നിൽക്കുന്ന അവിശ്വാസിക്കും പറയാവുന്ന അതേ കാര്യങ്ങൾ മാത്രമാണ് നമ്മളും ആരാധിക്കുമ്പോൾ ദൈവത്തോട് പറയുന്നത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എല്ലാവരും സഹായിച്ചല്ലോ ഇല്ലേ? മോഡിയെ സഹായിച്ചില്ലേ ഇല്ലേ? പിണറായിയൊക്കെ എന്തോരം സഹായിക്കുന്നു ഇല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ട് സഹായിക്കും. അങ്ങനെ പറയാൻ വേണേ പുള്ളിക്ക്. പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പുള്ളി എല്ലാ പ്രാവശ്യവും ഗുരുവായൂരിന് പോയായിരുന്നു. അത് ദൈവം സഹായിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ എല്ലാം ഈ ദൈവം സഹായിച്ചു എന്നുള്ള ആ ഒരു കാര്യം എല്ലാ മതങ്ങളിലും ഉണ്ട് ഇല്ലേ? എല്ലാ മതങ്ങളിലും ഇല്ലേ? ഇപ്പം നമ്മുടെ വ്യത്യാസം എന്താ? അവർക്ക് ആർക്കും പാടാൻ പറ്റാത്ത ഒരു സ്തുതിഗീതം നമ്മൾ പാടുവാണെങ്കിൽ അത് എന്തായിരിക്കും? അവർക്ക് ആർക്കും പാടാൻ പറ്റാത്ത, മിണ്ടാൻ പറ്റാത്ത, ദൂതന്മാർക്ക് പോലും പാടാൻ പറ്റാത്ത ഒരു സ്തുതിഗീതം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെ സംബന്ധിച്ച് മാത്രമല്ല. പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് യാഗം ഓർത്തുകൊണ്ടുള്ള ആരാധനയാണ്. പുതിയ നിയമം ആരാധന എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ യാഗത്തെ ഓർത്തുകൊണ്ടുള്ള ആരാധനയാണ്. അതാണ് നമ്മുടെ സ്തുതിയുടെ വചനം. കാരണം നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൂതന്മാർ ദൈവത്തെ ആരാധിക്കാൻ പരിശ്രമിക്കുന്നതാണ് പരാജയപ്പെടുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ മുഖത്തേക്ക് അവർ നോക്കുന്നില്ല, അവർ കണ്ണു മൂടിയിരിക്കുകയാണ് ദൈവത്തെ കാണാതെ. കാല് കാണിക്കുന്നില്ല, കാല് മൂടിയിരിക്കുകയാണ്. അതുപോലെ നിലത്ത് നിൽക്കുന്നില്ല, പറക്കുകയാണ്. അങ്ങനെയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്താ പറയുന്നത് ദൈവത്തെക്കുറിച്ച്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൂതന്മാർക്ക് അത്ര അറിയുള്ളൂ ദൈവത്തെക്കുറിച്ച്. കാരണം ഒരു ദൂതൻ തെറ്റ് ചെയ്തപ്പോഴേക്കും
ദൂതന്മാർ തെറ്റ് ചെയ്യുമ്പം കഠിനമായി ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ കാണുന്നത്, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് ദൂതന്മാരുടെ മുമ്പിലേക്കെല്ലാം വരുന്നത്. എന്നാൽ ദൂതന്മാർക്ക് പോലും അറിയത്തില്ല ഈ കർത്താവ് ഇപ്പോൾ ഈ 6-ാം അധ്യായത്തിൽ തേജസ്സോടെ ഇരിക്കുന്ന കർത്താവ് 53-ാം അധ്യായം ആകുമ്പോഴേക്കും തകർക്കപ്പെട്ടവനായി ഈ ഭൂമിയിലൂടെ ചെയ്സിനെ പോലുള്ള പാപികളെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് ദൂതന്മാർക്ക് പോലും അറിയത്തില്ല. അത് എല്ലാവരിൽ നിന്നും മറയ്ക്കപ്പെട്ട ഒരു രഹസ്യമായിരുന്നു. 53-ാം അധ്യായത്തിലേക്ക് യെശയ്യാവിന് വെളിപ്പാട് വരുമ്പോൾ യെശയ്യാവ് ചോദിക്കുന്നത് ഇതാരും വിശ്വസിക്കുമെന്ന്. ആരും വിശ്വസിക്കില്ല എന്ന് 6-ാം അധ്യായത്തിന് എഴുതിയിട്ടുണ്ട്. 6-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അവരുടെ കണ്ണടച്ച് കളയുക, അല്ലേ? കണ്ണ് ബന്ധിക്കുക, ചെവി പൂട്ടിക്കളയുക. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നശിച്ചു പോകുന്നവരെ അവർ അവിശ്വാസികളായിരിക്കുമെന്ന് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 53-ാം അധ്യായത്തിൽ യെശയ്യാവ് ചോദിക്കുകയാണ്, ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതേ യെശയ്യാവിനോടാണ് നേരത്തെ പറഞ്ഞത്, ആർ നമുക്കായി പോകും എന്ന് ചോദിച്ചിട്ട് ഈ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ദൂത് യെശയ്യാവിന് കൊടുത്തത്. ആ ദൂത് എന്തായിരുന്നു? ദൂതന്മാർ പോലും ഭയപ്പെടുന്ന, ആരാധിക്കാൻ മുഖത്ത് നോക്കാൻ ഭയപ്പെടുന്ന ദൈവം ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ തകർക്കപ്പെട്ടവനായി ക്രൂശിൽ നമുക്കായിട്ട് കിടക്കും എന്നുള്ളതായിരുന്നു ആ അത്ഭുതകരമായ, ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്ത. അത് യെശയ്യാവിനൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പൂർണ്ണമായിട്ടും. അത് വെളിപ്പാട് വന്നതെല്ലാം പുള്ളി എഴുതി വെച്ചു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ എല്ലാം പൊരുൾ യെശയ്യാവിന് മനസ്സിലാക്കി കാണാൻ സാധ്യതയില്ല. കാരണം പൗലോസ് പറയുന്നു ഇത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന കാര്യമാണ്, ഇപ്പോൾ അപ്പോസ്തലന്മാരിലൂടെയാണ് അത് വെളിപ്പെട്ടത്. യേശു ക്രിസ്തു ആയിരുന്നു നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നതെന്ന് അപ്പോസ്തലന്മാരിലൂടെയാണ് വെളിപ്പെട്ടത്. അപ്പം നമ്മൾ അറിയുന്ന സത്യം എന്താണ്? ഞാൻ തന്നെ സത്യം. അപ്പോൾ സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ നമ്മൾ ഏതാണ് നമുക്ക് ദൈവം ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്? ഈ പുത്രനെ നമുക്ക് നൽകി എന്നുള്ളതാണ്. നിത്യജീവൻ്റെ വാഗ്ദത്തം നമുക്ക് നൽകി എന്നുള്ളതാണ്. ആ തിരശീല കീറിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് നമുക്ക് ധാരാളമായ പ്രവേശനം അവൻ നൽകി എന്നുള്ളതാണ് ശരിക്കും നമ്മളെ നന്ദിയുള്ളവരാക്കി മാറ്റേണ്ടതും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലേണ്ടതുമായ വസ്തുത. മനസ്സിലായോ? ഇനി ഇത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് നോക്കിക്കേ. നമുക്ക് 5-ാം അധ്യായം എടുക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ 9-ാം വാക്യം, പുസ്തകം വാങ്ങുവാൻ അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ദൂതന്മാർ ഇപ്പോൾ എന്താ പാടുന്നത്? നേരത്തെ എന്താ പാടിക്കൊണ്ടിരുന്നത്? നേരത്തെ പാടിക്കൊണ്ടിരുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമ്മുടെ രക്ഷ കണ്ടു കഴിഞ്ഞപ്പോൾ ദൂതന്മാർ പിന്നെ എന്താ പാടുന്നത്? ഇത്രയെല്ലാം വൃത്തികെട്ടവന്മാരെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ പിതാവിൻ്റെ രാജ്യമാക്കി അവരെ മാറ്റി, പിതാവിൻ്റെ പുരോഹിത വർഗമാക്കി ഇവരെ മാറ്റിയ കർത്താവ് കുഞ്ഞാട് യോഗ്യൻ, ഹീസ് വർത്തി. അതാണ് ദൂതന്മാർ ഇപ്പോൾ പാടുന്ന പാട്ട്. അതൊരു പുതിയ പാട്ടാണ്, ദൂതന്മാർക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നത്. അപ്പോൾ ദൂതന്മാർക്കൊരു പുതിയ പാട്ട് കിട്ടി നമ്മളെ നോക്കിയപ്പം. എന്താണ്? നമ്മുടെ രക്ഷയെ നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവരെ രക്ഷിക്കാൻ കർത്താവ് ഇറങ്ങി ചെന്നില്ല. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് അവരിലൊരാളായി ഏറ്റവും ഹീനമായ അവസ്ഥയിൽ വന്ന് ജനിച്ച് മരിച്ച് ഈ മനുഷ്യന് പകരക്കാരനായി കർത്താവ് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് ദൂതന്മാർക്ക് ഭയങ്കര അത്ഭുതകരമായ കാര്യമായിരുന്നു. അവർ നോക്കാൻ ഭയപ്പെട്ടിരുന്ന കർത്താവിനെ തന്നെയാണ് അവർ നിസ്സഹായനായി ക്രൂശിൽ കണ്ടത്. അതുകൊണ്ടൊരു പറയാണ്, കുഞ്ഞാട് യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. അപ്പോൾ നമ്മൾ എന്താ പാടേണ്ടത്? നമ്മൾ അറിഞ്ഞ സത്യം എന്താണ്? കഴിഞ്ഞ ആഴ്ച നടത്തി എന്നുള്ളതല്ല നമ്മുടെ ആരാധന, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്നുള്ളതാണ് നമ്മുടെ ആരാധന. ഹീസ് വർത്തി ടു റിസീവ് ഗ്ലോറി ആൻഡ് ഓണർ. അവൻ മഹത്വവും ബഹുമാനവും ബലവും സ്വീകരിപ്പാൻ യോഗ്യനായ കർത്താവാണ് എന്നുള്ളതാണ് നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം. അടുത്ത വാക്യം, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും
ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഇതാണ് വർഷിപ്പ്. സ്വർഗത്തിൽ നമ്മൾ പോയാലും കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ അസംബ്ലിയാണ് സ്വർഗത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ആ അസംബ്ലിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. നിങ്ങൾ സ്വർഗത്തിൽ പോയിരുന്നിട്ട് ഇന്നലെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നടത്തിയ ദൈവമേ എന്ന് പറയുന്നത് ആലോചിക്കുക. ഒരു നിമിഷം ആലോചിക്കുക. നിങ്ങൾ സ്വർഗത്തിൽ ചെന്നിട്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞങ്ങളെ നടത്തിയ ദൈവം എന്ന് പറയുമോ? പിന്നെ എന്തായിരിക്കും പറയുന്നത്? ഞങ്ങളെ ഇവിടെ എത്തിച്ച ദൈവമേ എന്നല്ലേ പറയൂ. അപ്പോൾ നിത്യതയിലേക്ക് നോക്കുന്നൊരു വിശ്വാസി എങ്ങനെയാണ് ആരാധിക്കുന്നത്? അവൻ്റെ രക്ഷയെ ഓർത്തിട്ട്. അതാണ് പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത്. കവനൻ്റ് വർഷിപ്പ്. അത് അവൻ നമ്മളോടൊരു കവനൻ്റ്, ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഒരു ഉടമ്പടി രക്തത്തിൻ്റെ പേരിലാണ്. ആ ഉടമ്പടി രക്തത്തിൻ്റെ പേരിലാണ് നമ്മൾ അവനെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. അവൻ്റെ മഹത്വത്തെ നമ്മൾ കാണുന്നത്. അവൻ സൃഷ്ടിച്ച മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ മഹത്വം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ പാട്ട് പാടാൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ പാട്ടാണ് സ്വർഗത്തിൽ മുഴങ്ങുന്ന വലിയ ശബ്ദം. ഇതാ സന്മനസ്സുള്ളവർക്ക് സമാധാനം, നല്ല മനസ്സുള്ളവർക്ക്, ആ മനസ്സ് നൽകപ്പെട്ടവർക്ക്, ആ പുതിയ ഹൃദയമുള്ളവർക്ക്. ദൂതന്മാർ പാടുന്നത് രക്ഷയുടെ പാട്ടാണ്. അത് അവരുടെ രക്ഷയല്ല, നമ്മുടെ രക്ഷയാണ്. അതുകൊണ്ടാണ് ദൂതന്മാർക്ക് പോലും പാടാൻ ശരിക്കും പറ്റത്തില്ല ആ പാട്ട്. അത് നമുക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മളത് പാടുന്നില്ല. നമ്മളിന്ന് എവിടെ ചെന്നാലും, ഏത് സഭയിൽ ചെന്നാലും ഇത്രത്തോളം നടത്തിയ എന്നാണ് പറയുന്നത്. ഇത്രത്തോളം നടത്തിയാന്ന് പാടുമ്പോൾ 1-2 പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഞായറാഴ്ച, ഇന്നിപ്പോൾ എന്താ എത്രാമത്തെ ആഴ്ച? 3-ാമത്തെ ആഴ്ച, 2-ാമത്തെ ആഴ്ച. അപ്പോൾ അധികം ഒന്നും പറയാനില്ല. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വട്ടക്കാലം എന്ന് പറയുള്ളൂ. മാസാവസാനമാണ് എന്ത് പറയും? കഴിഞ്ഞ ഒരു മാസക്കാലം മുഴുവൻ ഞങ്ങൾ നടത്തുന്നു അല്ലേ? ആണ്ടൃതി മീറ്റിംഗ് ആണെങ്കിലോ കഴിഞ്ഞ ഒരു വർഷക്കാലം. ഇതല്ലാതെ നമ്മൾ ചുമ്മാ ഇരിക്കുവാണെങ്കിലോ ഇത്രത്തോളം ഞങ്ങളെ നടത്തിയെന്ന് പറയല്ലേ? അല്ലേ? പിന്നെ ഇടയ്ക്ക് ഇത്രത്തോളം നീ എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ ഒന്നുമല്ല, അങ്ങനെ പാട്ടില്ലേ? ഇത്രത്തോളം നീ എന്നെ കൊണ്ടുവന്നിടുവാൻ. എത്രത്തോളം കൊണ്ടുവന്നിടാൻ? എന്താ ഉദ്ദേശിച്ചേ? ഇതെല്ലാം. പക്ഷെ ഇതിനെക്കുറിച്ച് 2 പത്രോസിൽ പറയുന്നുണ്ട്. അതായത് ഞാൻ പറയാണ്, കർത്താവേ ഇന്നലെ എന്നെ നടത്തിയതിനായിട്ട് സ്തോത്രം. ഇന്നലെ 2-3 നടത്തി ഞങ്ങൾക്ക് തട്ടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. 2-3 നടത്ത ആക്സിഡൻറ്റ് വരണ്ടായിരുന്നു ഇന്നലെ. എനിക്ക് വേണമെങ്കിൽ പറയാം, കർത്താവേ ഇന്നലെ ആക്സിഡൻറ്റിൽ നിന്നെല്ലാം വിടുവിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം എന്ന് വേണേൽ പറയാം. പക്ഷെ ഞാൻ ഒന്ന് ആലോചിച്ചാൽ അങ്ങ് പോയായിരുന്നെങ്കിലും സ്വർഗത്തിൽ പോയിരിക്കുമല്ലേ ഉള്ളൂ. ആണോ? അപ്പോൾ പിന്നെ രക്ഷപ്പെട്ടതിന് പ്രത്യേകിച്ച് സ്തോത്രം പറയുന്നത് ശരിയാണോ? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനൊരു സ്തോത്രം പറയാൻ പറ്റുള്ളൂ. എങ്ങനൊരു സ്തോത്രം? ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ടു എന്ന് ഉറപ്പില്ലെങ്കിലോ? വീണ്ടെടുക്കപ്പെട്ടു എന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ ലോകത്തിലെ സ്വപ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ പിന്നെ ലോകത്തിലെ നടപ്പ് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരുടെ ആരാധന എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഒരു ആരാധനയാണ്. സ്വർഗത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ആരാധനയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഫോം എന്ന് പറയുന്നത് അപ്പവും പാനപാത്രവും ഒരുക്കി വെച്ച് ആ അപ്പത്തെയും നുറുക്കി, നമ്മളെല്ലാവരും കൂടെ നുറുക്കി, അച്ഛനോ പാസ്റ്ററോ അല്ല, നമ്മളെല്ലാ ശരീരത്തിൻ്റെ അംശങ്ങളായതുകൊണ്ട് നമ്മളെല്ലാവരും അതിൽ നിന്ന് സ്നാനപ്പെട്ടവർ നുറുക്കി ഭക്ഷിച്ച്, കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനെ ഞങ്ങൾ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാനപാത്രത്തിൻ്റെ പുതിയ ഉടമ്പടി രക്തത്തിൻ്റെ ഓർമ്മയും പുതുക്കിയാണ് നമ്മൾ. ശരിക്കും പറഞ്ഞാൽ അതാണ് ആരാധനയുടെ ശരിക്കുള്ള ഫോർമാറ്റ്. ഓക്കെ. പക്ഷേ പള്ളികളിൽ സാധാരണ നടക്കുന്നത് ഒരാൾ ക്രിസ്തുവായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ, പള്ളിയുടെ പ്രശ്നം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നുറുക്കുന്നത്, അല്ലേ? ശരിയല്ലേ? യാക്കോബിലാണെങ്കിൽ പറയും പരിശുദ്ധാത്മാവ് ആവസിച്ച് സമർപ്പിതമായിരിക്കുന്ന
ഈ അപ്പത്തെ മിശിഹാ തമ്പുരാൻ്റെ ശരീരം, എങ്ങനെയല്ലേ പറയുന്നത്? എൻ്റെ പഴയ ഓർമ്മയാണ്, ഞാനിത് കേട്ടിട്ട് 30 വർഷമായി. അതിന് മുമ്പുള്ള ഓർമ്മയാണ്. 30 വർഷം. ഞാൻ വിശ്വാസം വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. വിശ്വാസം വന്നിട്ടില്ല, യാക്കോപ്പള്ളി വിട്ടിട്ട്. വിശ്വാസം വന്നിട്ട് 26 വർഷമായുള്ളൂ. യാക്കോപ്പള്ളി വിട്ടിട്ട് 30 വർഷം. അതിന് മുമ്പുള്ള ഓർമ്മ. അപ്പോൾ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുമല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടത് യാക്കോക്കാരെ? ആ കൈ കൊണ്ട് കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് ഇറങ്ങി അപ്പത്തിൽ വന്നിരുന്നിട്ട് അപ്പത്തെ യേശുവിൻ്റെ ശരീരമാക്കി മാറ്റും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സമ്മതിച്ചോ? അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്യും? യേശുവിൻ്റെ ശരീരം നുറുക്കും. യേശുവിൻ്റെ ശരീരം നമുക്ക് നുറുക്കാൻ പറ്റുമോ? പറ്റുമോ? ഒരു മനുഷ്യന് നുറുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? ഒരു കാപ്പ എടുത്തിടും. ഈ കാപ്പ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് അച്ഛനല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. അവിടെ ഞാൻ അപ്പമെടുത്ത് വാഴ്ത്തി എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിയത് പുള്ളി അങ്ങ് ചെയ്ത് കഴിയുമ്പം ഇത് ക്രിസ്തുവാണ് ചെയ്യുന്നത്. ആ കാപ്പയുടെ അർത്ഥം എന്താണെന്നറിയോ? ഈ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി നിൽക്കുന്നു. അപ്പോൾ ഒരിക്കൽ കർത്താവ് കാൽവരി ക്രൂശിൽ കഴിച്ച അതേ യാഗത്തെ ഇവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വിഗ്രഹാരാധന. ശരിക്കും യാക്കോബക്കാരുടെയും കത്തോലിക്കരുടെയും വിഗ്രഹാരാധന എന്ന് പറയുന്നത് കന്യാമറിയാനോട് പ്രാർത്ഥിക്കുന്നതോ മെഴുകു പ്രതിമ ഉണ്ടാക്കി വയ്ക്കുന്നതല്ല. അതെല്ലാം വിഗ്രഹാരാധനയാണ്. അതിനേക്കാളൊക്കെ ഗൗരവമായ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഈ അപ്പം യേശുക്രിസ്തു എന്ന് പറയുന്നതാണ്. ആ അപ്പത്തെ വണങ്ങുന്നത് യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞ് വണങ്ങി ആ ശരീരം നുറുക്കാൻ വേണ്ടി ഇയാൾ യേശുക്രിസ്തുവായി മാറുന്നത്, ചുറ്റും ഏഞ്ചൽസ് വന്ന് കിണി നടിപ്പിക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടത്? ശ്രദ്ധിച്ചിട്ടില്ല? ഭയങ്കര മണിയടിച്ച് ഇതെല്ലാം ചെയ്യുന്നത് ക്രിസ്തുവാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. കത്തോലിക്കരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. കത്തോലിക്കർ അതുകൊണ്ടാണ് ഈ റവറൻറ്റ് ഫാദർ എന്നൊക്കെ വിളിക്കുന്നവരെ. അതായത് റവറൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയത്തോടെ വിറയ്ക്കപ്പെടേണ്ട ആളെന്നുള്ള അർത്ഥത്തിലാണ്. അയാളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഭയം കൊണ്ട് വിറയ്ക്കണം. അതാണ് റെവറൻസ് എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് നമുക്കൊരു റെവറൻഷ്യൽ ഫിയറാണ്, റെവറൻസ് ഉണ്ടാണ്. അപ്പോൾ അതേ റെവറൻസ് ആരോടും വേണം. ഈ കുപ്പായിട്ട് നിൽക്കുന്ന അച്ഛനോടും വേണമെന്നവർ ഡിമാൻഡ് ചെയ്യുന്നു. ഇതാണ് ആ തിയോളജി. പക്ഷെ നമ്മൾ അങ്ങനെയല്ല അപ്പം നുറുക്കുന്നത്. നമ്മളപ്പം നുറുക്കുന്നത് നാം നുറുക്കുന്ന അപ്പം. ആര് നുറുക്കുന്ന അപ്പം? ആര് നുറുക്കുന്ന അപ്പം? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അപ്പോൾ ഒരു അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഗമാണ് നുറുക്കുന്നത്. മനസ്സിലായേ? അപ്പോൾ അപ്പത്തിൽ ആരുണ്ട്? ഞാനുണ്ട്. അപ്പത്തിൽ ആരുണ്ട്? നിങ്ങളുണ്ട്. എല്ലാവരും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ചെന്ന് എൻ്റെ ഭാഗം നുറുക്കുക. നിങ്ങളപ്പോൾ എല്ലാവരും നുറുക്കി എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അപ്പം യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇതാണ് അപ്പം നുറുക്കുന്നതിൻ്റെ ടെക്നോളജി, തിയോളജി. അപ്പം ഈ പെന്തക്കോസ്ത് സഭകളിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പം ഇങ്ങനെ നുറുക്കി പീസാക്കി വെച്ചേക്കും. എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് കൊടുക്കും. അതും പാടില്ല. ശരിക്കും ഓരോരുത്തരും, കാരണം വേദപുസ്തകത്തിൽ പറയുന്നത് ഞങ്ങൾ അപ്പം നുറുക്കാനായി കൂടി വന്നപ്പോൾ എന്നാണ്. അവർ അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോകുന്ന അല്ലേ? അത് നുറുക്കി തന്ന അപ്പം തിന്നിട്ട് പോകുന്നതാണോ? ആണോ? പാസ്റ്റർ നുറുക്കി തരുന്ന, അച്ഛൻ നുറുക്കി തരുന്ന അപ്പം തിന്നാൻ പോകുന്നതാണോ? അല്ല. എന്താ പറയുന്നത്? അപ്പം നുറുക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു എന്നാണ്. 20-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയിൽ 20:7 പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കുന്നതിനായി കൂടി വന്നപ്പോൾ. എന്തിന്? അപ്പം തിന്നാൻ വേണ്ടിയല്ല, നുറുക്കുകയാണ് പ്രധാനം. അപ്പോൾ നമ്മളെല്ലാവരോടും നുറുക്കുമ്പോൾ അതിനർത്ഥം എന്താ? തിന്നണ്ടെന്നല്ല കേട്ടോ. അത് ഭക്ഷിക്കണം. അത് ഭക്ഷിക്കുമ്പോൾ നമ്മൾ ആ മരണത്തെ പ്രസ്താവിക്കുന്നു, നമുക്ക് ജീവൻ പ്രാപിച്ചതിനെ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ നുറുക്കപ്പെടുക. ആ അപ്പം നുറുക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ആ അപ്പത്തിൽ അംശികളായി മാറുന്നു. സ്നാനപ്പെട്ടവർക്ക് മാത്രമേ പക്ഷേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് വേദപുസ്തകത്തിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ അപ്പം നുറുക്കി ആ അപ്പത്തെ മുമ്പിൽ ഒരുക്കി വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത്. ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന, കർത്താവെ, ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ അപ്പം നിൻ്റെ ശരീരത്തെ ഓർമ്മിപ്പിക്കുന്നു. നീ ഞങ്ങൾക്കായി തകർന്നു പോയത് ഞങ്ങൾ ഓർക്കുന്നു. ആ അപ്പം ഞങ്ങൾക്ക് ജീവനുള്ള അപ്പമായി മാറി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായി മാറി ഞങ്ങൾക്ക് നിത്യജീവൻ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കഴിച്ചിട്ട് മരിച്ചുപോയ അപ്പം പോലെയല്ല, നിത്യജീവനിലേക്ക് ഞങ്ങളെ കടത്തിവിടുന്ന ആത്മാവിനാൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചിട്ട് നീ നിൻ്റെ ജീവൻ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. അത് ഓർക്കാൻ വേണ്ടി ഈ അപ്പത്തെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഇതാണ് വർഷിപ്പിൻ്റെ ഫോർമാറ്റ്. ആ വർഷിപ്പിനകത്ത് യാഗമുണ്ട്. ആരാധനയിൽ എന്തുണ്ട്? യാഗമുണ്ട്, യാഗത്തിൻ്റെ രക്തമുണ്ട്, പാപപരിഹാരമുണ്ട്, പിതാവിൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ ധാരാളമായ പ്രവേശനവുമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ആരാധനയെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചതാണ്. നമുക്ക് ഈ
ഈ ലൈഫിനെക്കുറിച്ച്, അതായത് ക്രിസ്ത്യൻ ലൈഫിനെക്കുറിച്ച് നമുക്ക് തുടർന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി പറയുമ്പം, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം എന്ന് പറഞ്ഞ് നന്ദി പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും കർത്താവിൻ്റെ രക്ഷയിലേക്ക് നോക്കുന്നില്ല. ഈ കണ്ണട നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കണ്ണടയ്ക്ക് 2 ലെൻസ് ഉണ്ട്. കണ്ട ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഇതിന് മുകളിൽ ഒരു ലെൻസും താഴെ വേറെ ലെൻസാണ്. 2 പവറാണ്. ഈ മുകളിലത്തെ പവർ എന്ന് പറഞ്ഞാൽ എനിക്ക് ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ വേണ്ടിയുള്ളതാണ്. താഴത്തെ പവർ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കളെ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ താഴെ കൂടെ നോക്കിയാൽ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മുകളിൽ കൂടെ നോക്കിയാൽ എനിക്ക് ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഈ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വെക്കുന്ന ലെൻസിനെ നമ്മളതിന് ഷോർട്ട് സൈറ്റ് എന്നാണ് പറയുന്ന രോഗത്തെ, അല്ലേ? പിള്ളേർക്കെല്ലാം വരുന്ന ഷോർട്ട് സൈറ്റാണ്. ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ലോങ് സൈറ്റ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ എന്താണ് പറയുന്നത്, വെള്ളെഴുത്ത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വരുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അവർക്ക് അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ബോർഡിൽ എഴുതിയിരിക്കുന്ന കാണാൻ പറ്റുന്നില്ല, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ചൊക്കെ കാണാം. ഇതാണ് പിള്ളേർക്ക് വരുന്ന പ്രശ്നം. ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല. ശരിയല്ലേ? ഇതിനെ ആത്മീക കുരുടത്തരം എന്നാണ് 2 പത്രോസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഇന്നലെ ഉള്ളത് കണ്ടു, കഴിഞ്ഞ ആഴ്ച ഉള്ളത് കണ്ടു, കഴിഞ്ഞ വർഷം വരെ ഉള്ളത് കണ്ടു. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് ഓർമ്മയില്ല. മുൻപോട്ട് നോക്കുമ്പോൾ അടുത്ത വർഷം കർത്താവ് നടത്തുമെന്നറിയാം, രോഗങ്ങളെ മാറ്റുമെന്നറിയാം. പക്ഷെ നിത്യസിംഹാസനത്തിൽ അവൻ്റെ കൂടെ നമ്മൾ ഇരുത്തുമെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയില്ല. ഇത് പത്രോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. അവ ഇല്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയവനും അത്രേ. മനസ്സിലായോ? ഹ്രസ്വദൃഷ്ടിയുള്ളവർക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ? കഴിഞ്ഞ ഒരാഴ്ചത്തെ കാലം മാത്രം നമ്മൾ ഓർക്കുകയുള്ളൂ. സഹോദരങ്ങളെ, എറ്റേണിറ്റിയിലേക്ക് നമ്മുടെ കണ്ണ് തുറന്നാൽ മാത്രമേ കർത്താവിൻ്റെ രക്തം ഇന്ന് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ആ വലിയ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ആ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് അവനെ ആത്മാവിൽ ആരാധിക്കുവാൻ സാധിക്കും. കാരണം നമ്മളെപ്പോഴും അവൻ്റെ പ്രസൻസിലാണ്. എങ്ങനെയാണെങ്കിൽ ഈ യാഗത്താൽ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ വി ആർ ഓൾവേസ് ഇൻ ഹിസ് പ്രസൻസ്. എത്രപേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഈ യാഗത്തിലൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അവൻ ഒരിക്കലായി നമുക്ക് വേണ്ടി കഴിച്ച പാപയാഗത്താൽ നമ്മൾ എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ നമ്മൾ എത്തുമെന്നുള്ളൊരു പ്രത്യാശയാൽ നമ്മൾ ഉറപ്പിക്കപ്പെടുകയും ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം, നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രത്യാശയുണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും? ഒന്ന് കൈപൊക്കാം. 100%. 99 അല്ല, 99.9 അല്ല, 100% ഞാൻ മരിച്ച ഇപ്പോൾ സ്വർഗത്തിലായിരിക്കും. കള്ളം പറയരുത്. 100% ഉറപ്പുണ്ടല്ലോ പറയുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ എന്താ വിശ്വസിക്കുന്നത്? എന്താ വിശ്വസിക്കുന്നത്? പറ. എന്താ പ്രത്യാശിക്കുന്നത്? ആശിക്കുന്നത്. എന്താ ആശിക്കുന്നത്? ആശിക്കുന്ന കാര്യത്തിൻ്റെ ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ എത്ര വിശ്വാസികളുണ്ട് ഇവിടെ? നമ്മളെന്താ നേരത്തെ ചോദിച്ചത്? 100% സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളൊരു കൈവെക്കാനല്ല ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വിശ്വാസത്തിൻ്റെ അർത്ഥം എന്തോ? ആശിക്കുന്നതിൻ്റെ എന്തോ ആശിക്കുന്നത്? 100% ഉറപ്പുണ്ടോ? ആശിക്കുന്നതിൻ്റെ ഉറപ്പിനെയാണ് എന്ത് പറയുന്നത്? വിശ്വാസം. ഇപ്പോൾ സ്വർഗത്തിൽ പോവോ?
സത്യമായിട്ടും. ശരി, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്തുകൊണ്ട് പോകും? പോവില്ല എങ്കിൽ എന്തുകൊണ്ട് പോവില്ല? ഇത് ഏറ്റവും ബാലപാഠമാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ആ ഹോട്ടലിൽ ഇരുന്ന് ഞാൻ കേട്ട സുവിശേഷം അതായിരുന്നു. ഫസ്റ്റ് സുവിശേഷം. നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നവർ 2-3 പേരുണ്ട്, കൈ പൊക്കിയിട്ടുണ്ട്. പോകുമെന്ന് ഉറപ്പില്ലാത്തവരുണ്ട്. പോകുമെങ്കിൽ എന്തുകൊണ്ട് പോകും? പോകില്ലെങ്കിൽ എന്തുകൊണ്ട് പോകില്ല? ആർക്കെങ്കിലും പറയാമോ? നീ ക്യാമറ ഇങ്ങോട്ടായതുകൊണ്ട് ആരാ പറയുന്നതൊന്നും വലിയല്ല, ധൈര്യമായിട്ട് പറഞ്ഞു. പറയാം. എന്തുകൊണ്ട് പോകും? എന്തുകൊണ്ട് പോകും? കറക്റ്റ്, അത്രയേ ഉള്ളൂ. കർത്താവ് എനിക്ക് പകരം മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തതുകൊണ്ട് അവൻ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് അവൻ്റെ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പോകുന്നു പറയുന്നത്. എന്നിലേക്ക് നോക്കിയിട്ടല്ല. എന്നിലേക്ക് നോക്കിയാൽ പോകാനുള്ളൊരു ഗുണവും ഇല്ല. പക്ഷെ നമുക്ക് പോകുമെന്നുള്ളൊരു പ്രത്യാശ വരണമെങ്കിൽ നമ്മൾ ആരിലേക്ക് നോക്കണം? നമ്മളുടെ വാക്ക് പറഞ്ഞ ആളെ നമ്മൾ വിശ്വസിക്കണം. എന്താ വാക്ക് പറഞ്ഞേക്കുന്നത്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പോയ ശേഷം ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞല്ലേ. അപ്പം കർത്താവ് വാക്ക് പറഞ്ഞാൽ കൊണ്ടുപോകുമോ? കൊണ്ടുപോകും. അപ്പം നമ്മൾ എന്തുമാത്രം ക്വാളിഫൈഡ് ആയാലാ കൊണ്ടുപോകുന്നത്? കർത്താവ് വരുമ്പം നമ്മൾ പോകാൻ നമ്മൾ എങ്ങനെ ഒരുങ്ങണം? എന്തെല്ലാം ചെയ്യണം? ഇനി ഞാൻ പറയാം, ഈ പോകൂല്ല എന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് നോക്കുമ്പം ശരിയായിട്ടില്ല, ഇനിയും കുറച്ചുകൂടെ നന്നാകാനുണ്ടെന്നുള്ള വിനയം കൊണ്ട് പറഞ്ഞതാ. അല്ലേ? അല്ലേ? വിനയം കൊണ്ട് പറഞ്ഞല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കർത്താവ് ഈ പ്രത്യാശ നമുക്ക് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18 മുതൽ. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. നമ്മുടെ മുമ്പിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടോ? എവിടെ വെച്ചേക്കുന്നേ? നമ്മളെ വിളിച്ചപ്പോൾ തന്നെ ഒരു പ്രത്യാശ തന്നിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1:17 പറയുന്നത്, നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ. എന്തിനാ നമ്മളെ വിളിച്ചേക്കുന്നത്? നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ. അപ്പൊ വിളിയിൽ തന്നെ എന്തുണ്ട്? ഒരാശയുണ്ട്. ശരിയാണോ? ഇനി എഫേസ്യർ 4:4 നോക്കിക്കേ. എഫേസ്യർ 4:4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശക്കായി വിളിച്ചതുപോലെ. അപ്പൊ നമ്മളെ വിളിച്ചപ്പോൾ തന്നെ എന്തുണ്ടായിരുന്നു? നമ്മുടെ മുൻപിൽ ഒരു പ്രത്യാശ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ? ഓ, നിങ്ങളൊന്ന് തലയാട്ടുന്നു. ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പോൾ നമ്മളെ വിളിച്ചപ്പോൾ നമ്മുടെ മുൻപിൽ വെച്ചിരുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ അത് നമ്മൾ പിടിക്കണ്ടേ? പ്രത്യാശ നമ്മൾ പിടിക്കണ്ടേ? എബ്രായ ലേഖനത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ പ്രത്യാശ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ മുമ്പിൽ അത് വെച്ചിട്ടുണ്ട്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ എന്തു വാഗ്ദത്തമാണ് തന്നത്? ഞങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ പല വീട്ടിലും കള്ളുകൂടി ഒക്കെ പ്രശ്നങ്ങൾ, ഡ്രഗ് അഡിക്ഷൻ, രോഗങ്ങളൊക്കെ ഉള്ളവരൊക്കെയാണ്. അപ്പോൾ നമ്മളവർ പറയുന്നത് എന്താ? ദൈവം നിങ്ങളെ വിടുവിക്കും. അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? രോഗം സൗഖ്യമാക്കും, പ്രാർത്ഥിക്കും എന്നാ പറയുന്നത്. അത് സൗഖ്യമാക്കുമെന്നുള്ളൊരു വിളിയാണ്. അത് ഞാൻ വിളിക്കുന്നത് അങ്ങനെയായിരിക്കും. പക്ഷെ ദൈവം ഒരാളെ വിളിച്ചാൽ എങ്ങനെയായിരിക്കും വിളിക്കുന്നത്? എങ്ങനെയായിരിക്കും വിളിക്കുന്നത്? അവൻ്റെ ഉടമ്പടിയിലേക്ക് ഒരാളെ വിളിക്കുവാണെങ്കിൽ എന്തു പറഞ്ഞുകൊണ്ടായിരിക്കും വിളിക്കുന്നത്? നീ എൻ്റെ കൂടെ എന്നും സ്വർഗത്തിൽ ഇരിക്കും. അങ്ങനെ ഒരു പ്രോമിസ് തന്നിട്ടല്ലേ വിളിക്കുന്നേ? സമ്മതിച്ചോ? ആ വിളി കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റർമാരുടെ വിളി മാത്രമേ കേട്ടിട്ടുള്ളൂ, കർത്താവിൻ്റെ വിളി കേട്ടിട്ടില്ല. കർത്താവ് വിളിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ആശ വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും ഒരേ ആശയാണ്, ഞാൻ മരിച്ചാലും ജീവിക്കും, സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ എന്നേക്കും വാഴും. ഈ ആശ തന്നിട്ടാണ് കർത്താവ് എല്ലാവരെയും വിളിക്കുന്നത്.
മനസ്സിലായോ? അപ്പോൾ നമ്മുടെ മുൻപിൽ എന്ത് വെച്ചിട്ടുണ്ട്? പ്രത്യാശ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുമ്പം രാവിലെ അമ്മ വിളിക്കുകയാണ്, എടാ എഴുന്നേറ്റ് വാടാ, സമയം 9 മണിയായി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എവിടെ വെച്ചിട്ടുണ്ട്? ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ എന്തുണ്ട് ഫ്രണ്ടിൽ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ കർത്താവ് വിളിക്കുമ്പം മുമ്പിൽ എന്താ വെച്ചേക്കുന്നത്? പ്രത്യാശ വെച്ചിട്ടുണ്ട്. ചുമ്മാ വിളിക്കുന്നതല്ല, നീ വന്നേ, കുറേ നാൾ ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ, ഞാൻ നല്ലൊരു വീടൊക്കെ തരാം, നല്ല ജോലിയൊക്കെ തരാം, സമാധാനമായിട്ട് ജീവിച്ച് മരിച്ച് എതിരെങ്കിലും പൊക്കോ, ഇങ്ങനെയാണ് വിളിക്കുന്നത്. പിന്നെ എങ്ങനെ വിളിക്കുന്നത്? നീ എൻ്റെ കൂടെ നിത്യം സ്വർഗത്തിൽ, അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, ആ പ്രത്യാശ എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഈ പിടിച്ചു കൊള്ളുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? എബ്രായ ലേഖനം 6:18 ശരണത്തിനായി ഓടിച്ചെല്ലണം. ആരുടെ അടുത്ത് ചെല്ലണം? ആരാണോ ഇത് വെച്ചേക്കുന്നത് ആളുടെ അടുത്ത് ചെല്ലണം. ഓക്കെ, ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ അല്ലെങ്കിൽ 4 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് 8 മണിക്ക് എപ്പോഴെങ്കിലും അമ്മയോ അപ്പനോ ആരെങ്കിലും വിളിക്കുവാന്ന് വെച്ചോ, പിള്ളേരെ വന്നേതേ ഐസ്ക്രീം, യു സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. കേട്ടിട്ടില്ല? അപ്പോൾ ഇവർ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുക. അപ്പോൾ ഒരു ചെറിയ പാത്രം ഐസ്ക്രീം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അടപ്പൊക്കെ ആയിട്ട് നല്ല സീൽ ചെയ്ത്. ഇവരെന്ത് ഇത് തുറക്കാൻ പറ്റുന്നില്ല. വാഗ്ദത്തം ഉണ്ട്, പക്ഷെ ഇവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിള്ളേരെന്ത് ചെയ്യും? വേണ്ടാന്ന് വെച്ച് പോവോ? പിന്നെ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ത് ചെയ്യും? അപ്പനോട് തന്നെ ചോദിക്കല്ലേ, ഇതൊന്ന് തുറന്നു തരാമോ ചോദിക്കില്ലേ? അല്ലേ? അപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യാശ വെച്ചിട്ടുണ്ട്, നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നമുക്കിത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങോട്ട് ശരണത്തിനായി ഓടി ചെല്ലണം? ഇത് വെച്ച ആളുടെ അടുത്തേക്ക് തന്നെ ഓടി ചെന്നിട്ട് പറയണേ, ശരണത്തിനായി ഓടി ചെല്ലണം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനുള്ള വരുന്നത്. അപ്പം നമ്മൾ പോയി കർത്താവിൻ്റെ അടുത്തേക്ക്, കർത്താവ് എനിക്കൊരു പ്രത്യാശം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. അപ്പോൾ ദൈവം നമുക്കൊരു പ്രബോധനം തരും. അന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ഉറപ്പിച്ചു തരും. എങ്ങനെ അത് ഉറപ്പിച്ചു തരുന്നത്? ഒരിക്കലും മാറിപ്പോകാത്ത ആണയോടുകൂടിയുള്ള 2 കാര്യങ്ങളാൽ നമുക്ക് ഈ പ്രത്യാശയെ ദൈവം ഉറപ്പിച്ചു തരും. മനസ്സിലായോ? ഓക്കെ, എന്തൊക്കെയാണ് ഈ 2 കാര്യങ്ങൾ? അടുത്ത വാക്യം. ആ പ്രത്യാശ, ഏത് പ്രത്യാശ? ആരുറപ്പിച്ചു തന്ന പ്രത്യാശ? അതായത് നിങ്ങൾ ഐസ്ക്രീമിനെ കുറിച്ച് ഓർത്തോ? ഐസ്ക്രീം പൊട്ടിക്കാൻ പറ്റാതെ കൊച്ചിരുന്ന് കരയുവാണ്. എന്നിട്ട് അപ്പനോട് പറഞ്ഞു പൊട്ടിച്ചു തരാൻ, കൊതി സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്പൻ അത് പൊട്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദൈവം നമ്മുടെ കൈ തന്ന പ്രത്യാശ. ഇല്ല. ഓക്കെ, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. നിങ്ങൾ നങ്കൂരം കണ്ടിട്ടുണ്ടോ? നങ്കൂരം പോലുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഒന്നുമില്ല. നങ്കൂരം പോലുള്ള എന്തുണ്ട്? ഓക്കെ, ഈ സി കണ്ടോ? സി കെയറിങ് ഇന്ത്യയുടെ സി, വലിയൊരു സി കണ്ടോ ഇവിടെ? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ബോർഡിലേക്ക്. ഇന്ത്യയുടെ ഗുജറാത്ത് കണ്ടോ നിങ്ങൾ? ഗുജറാത്ത് ആ ഗുജറാത്ത് മുട്ടുന്ന സ്ഥലം കണ്ടോ? സ്മൈൽ എന്നുള്ളിടത്ത്. അവിടെ നിന്ന് നേരെ ഒരു കമ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു കമ്പി അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ഇരുമ്പ് ദണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അത് സങ്കല്പിച്ച് നോക്കി എങ്ങനെ ഇരിക്കും? ഇങ്ങനെ 2 സൈഡും വളഞ്ഞ് നടുക്ക് പിടിക്കാവുന്നൊരു ഹാൻഡിലുമായിട്ടിരിക്കില്ലേ? മനസ്സിലായോ? ഇവിടുത്തെ സ്വിച്ച് ആങ്കറിൻ്റെ സ്വിച്ച് ആണെങ്കിൽ അതിനകത്ത് കാണും ആ പിക്ചർ. എനിക്കിപ്പോൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ അതെങ്ങനെയാണ്? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 2 സൈഡിലേക്ക് ഹുക്കുള്ള
സാധനമാണ് ഈ ആങ്കർ എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ പറയുന്നതാണ് നങ്കൂരം. അപ്പോൾ ഈ കപ്പൽ നങ്കൂരിടുമ്പോൾ എന്ത് സംഭവിക്കണം? ഇതിൻ്റെ 2 ഹുക്കും പാറയുടെ ഇടയിലോട്ട് പോയി ഉടക്കി കഴിഞ്ഞാൽ അത് നല്ല ബലമായിരിക്കും. സംബന്ധിച്ചോ, ഒരു ഹുക്ക് ഉടക്കിയാലോ ബലമുണ്ട്, പക്ഷെ പോരാ. കാരണം ചിലപ്പോൾ ഡയറക്ഷൻ മാറിപ്പോയാൽ അതിങ്ങ് പോരും. അപ്പോൾ ഒരു പാറയുടെ ഇടയ്ക്ക് പോയിട്ട് ഇത് 2ഉം കൂടെ ഹുക്കായാൽ എന്ത് സംഭവിക്കും? അവിടെ ഉറപ്പുണ്ടല്ലേ? അപ്പോൾ എത്ര ഹുക്കുണ്ട്? അപ്പോൾ നമുക്ക് എന്ന പ്രത്യാശയ്ക്ക് എത്ര ഹുക്കുണ്ട്? 2 ഹുക്കുള്ളൊരു പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നങ്കൂരം പോലെ. ഓ, എന്താ രസമായിട്ടല്ലേ ഇത് എഴുതിയേക്കുന്നേ. അപ്പോൾ നമ്മുടെ പ്രത്യാശയ്ക്ക് എത്ര ഹുക്കുണ്ട്? ഈ 2 കാര്യങ്ങളിലും ഒരിക്കലും മാറ്റം വരില്ല. ദൈവം ഒരിക്കലും ബോഷ്ക്ക് പറയില്ലാത്ത 2 കാര്യങ്ങളാലുള്ള ഒരു പ്രത്യാശ, ഒരു നങ്കൂരം. ഓക്കെ, ഇത് ഈ നങ്കൂരം ആരുടെ നങ്കൂരമാണ്? ആരുടെ നങ്കൂരമാ? പ്രത്യാശയുടെ നങ്കൂരം അല്ലേ? അത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആത്മാവിലേക്ക് അല്ലേ? വായിച്ചു നോക്കിയേ, എങ്ങോട്ടാണ്? ശരിക്കും പറഞ്ഞാൽ അത് ആങ്കർ ഓഫ് അവർ സോൾ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മളിലേക്ക്. ഓക്കെ, അപ്പം നമ്മളിലേക്ക് വരുന്ന ഹുക്കിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? നങ്കൂരം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നങ്കൂരത്തിന് എത്ര ഹുക്കുണ്ട്? അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നൊരു ഒരു നങ്കൂരം പുറപ്പെട്ടിട്ട് അത് തിരശീലയ്ക്ക് അപ്പുറത്ത് ചെന്ന് എന്ത് ചെയ്യുന്നു? 2 ഹുക്കാവും. മനസ്സിലായോ? ഈ തിരശീല എന്ന് പറഞ്ഞാൽ എന്തോ? സമയത്തിനപ്പുറത്തുള്ളതാണ് എന്ത്? തിരശീല. അപ്പോൾ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് ചെന്ന് 2 ഹുക്കാവുന്ന ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരിക്കലും നമ്മൾ പറഞ്ഞു പോവില്ല. എന്ന് പറയാനുള്ള കാരണം ഇത് തിരശീലയ്ക്ക് അപ്പുറത്താണ്. തിരശീലയ്ക്ക് അപ്പുറത്ത് എന്താ സംഭവിച്ചേക്കുന്നത്? അവിടെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. എന്തിനാണ് നമ്മൾ തിരശീല ഇടുന്നത്? കാണാതിരിക്കാൻ വേണ്ടി. പണ്ടൊക്കെ നാടകം നടക്കുമായിരുന്നല്ലോ. നാടകത്തിന് ഒരു തിരശീല ഇട്ട് അപ്പുറത്തായിരുന്നു നാടകം. മനസ്സിലായോ? അപ്പം ഈ നാടകക്കാർ സെറ്റെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ പാടില്ല. അതുകൊണ്ട് തിരശീല ഇടുന്നത്. അപ്പോൾ തിരശീലയ്ക്ക് അപ്പുറത്ത് എന്താ പ്രത്യേകത? നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് തിരശീലയുടെ അപ്പുറത്തെ പ്രത്യേകത. അപ്പോൾ കാണാത്ത സ്ഥലത്താണ് എന്ത് പോയി ഉടക്കിയിരിക്കുന്നത്? ഈ നങ്കൂരത്തിൻ്റെ 2 ഹുക്ക് പോയി ഉടക്കിയിരിക്കുന്നത്. ഈ കാണാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എന്ത് സ്ഥലം? അത് സമയത്തിന് വെളിയിലുള്ള സ്ഥലമാണ്. എറ്റേണൽ, അതായത് നിത്യമായ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ പ്രത്യാശ പോയി ഹുക്കായിട്ടുണ്ട്. ഭൂമി മുഴുവൻ പോയാലും, ആകാശം മുഴുവൻ ഇടിഞ്ഞു പോയാലും, എല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഈ പ്രത്യാശ അവിടെ അങ്ങനെ നിൽക്കും. ഇങ്ങനത്തെ ഒരു പ്രത്യാശയാണ് ദൈവം ശക്തിയുള്ള പ്രബോധനമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. സുനാമി വന്നാലും, കോവിഡ് വന്നാലും, തട്ടിപ്പോയാലും അഴിഞ്ഞു പോകാത്തൊരു പ്രത്യാശയാണ് വിശ്വസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇനി ഈ പ്രത്യാശ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഈ പ്രത്യാശ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 2 ഹുക്കായിരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ നമുക്ക് അടുത്ത വാക്യം നോക്കി. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അടുത്ത വാക്യം. അവിടെ ആ തിരശീലയ്ക്ക് അപ്പുറത്ത് എന്താ ഉള്ളതെന്ന് നോക്കി. യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പം ഈ തിരശീലയ്ക്ക് അപ്പുറത്ത് ആരുണ്ട്? ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നോ? ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ യാഗം എവിടെ നടന്നു എന്നാണ് പറഞ്ഞത്? ഈ സൃഷ്ടിയുടേതല്ലാത്ത, പറഞ്ഞില്ലേ ഇന്നലെ അങ്ങനെ? ഇറ്റേണിറ്റിയിൽ നടന്ന ഒരു യാഗം അത് അല്ലേ? സമയത്തിൽ നമ്മൾ നോക്കുമ്പം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നെങ്കിലും
ദൈവത്തിൻ്റെ കാഴ്ചയിലൂടെ നോക്കുമ്പം അത് നിത്യമായൊരു യാഗമാണ്. ഹാവേൽ ഉൾപ്പെടെ ആ യാഗത്തിൻ്റെ നിഴലിലാണ് രക്ഷപ്പെട്ടത്. മോശ തിരഞ്ഞെടുത്തതും ക്രിസ്തുവിൻ്റെ നീതിയാണ്. ശരിയല്ലേ? അപ്പോൾ യാഗം എപ്പോഴെല്ലാം ഉണ്ട്? സമയത്തിനകത്ത് എല്ലാം ഉണ്ട്. ഇപ്പോഴെല്ലാം യാഗമുണ്ട്. ശരിയാണോ? അപ്പോൾ യേശു ക്രിസ്തു മഹാപുരോഹിതനായി എവിടെ ഇരിപ്പുണ്ട്? ഈ കർട്ടനപ്പുറത്ത് ഇരിപ്പുണ്ട്. സമ്മതിച്ചോ? അപ്പോൾ ഈ കർത്താവ് ഇങ്ങനെ അത് പിടിച്ചൊക്കെ ഈ നങ്കൂരം നോക്കിയാൽ നങ്കൂരത്തിന് എത്ര ഹുക്കുണ്ട്? ഈ 2 ഹുക്കിലും പിടിച്ചേക്കുന്ന ആരാ? കർത്താവെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവൻ്റെ മഹാപൗരോഹിത്യത്തിലാണ് ഇത് ഹുക്കായിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പള്ളികളിലൊക്കെ പോകുമ്പം നമ്മുടെ ഈ പ്രത്യാശ എവിടെ ഹുക്കായിരിക്കുന്നറിയോ? അവിടുത്തെ അച്ഛൻ്റെ കുർബാനയിലാണ് ഹുക്കായിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വിലയൊന്നുമില്ല. ഇപ്പം ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. മരിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒപ്രൂഷ്മ തന്ന് എന്നെ പറഞ്ഞു വിടും, അല്ലേ? പക്ഷേ ആ മരിക്കുന്നതിന് ഒപ്രൂഷ്മയ്ക്ക് ഇടയ്ക്ക് ഞാൻ പാപം ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ട് പിന്നെ നരകത്തിൽ പോകേണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് 9-ാം ദിവസം അച്ഛൻ വന്ന് ഒരു കുർബാന കൂടെ ചൊല്ലും. 40-ാം ദിവസം പിന്നെയും വരും. ഈ ആദ്യത്തെ കുർബാന കൊണ്ട് സോൾവ് ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇല്ലേ? മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ. ഈ 9-ാമത്തെ ദിവസത്തെ കുർബാന കൊണ്ട് തീരേണ്ടതാ, തീരെയല്ല. 40-ാം ദിവസം അച്ഛൻ പിന്നെയും വരും, വർഷാവർഷം പിന്നെയും വരും. ഒരു പ്രോമിസും ഇല്ല, വാഗ്ദത്വവും ഇല്ല. എത്ര കുർബാന കഴിഞ്ഞാലും ചെയ്ത് സ്വർഗത്തിൽ പോയെന്ന് അച്ഛനും അറിയത്തില്ല, അച്ഛൻ പോകുന്ന പോലും അച്ഛൻ അറിയത്തില്ല. ഇതെപ്പോഴെങ്കിലും തീരുമെന്ന് അറിയത്തില്ല. അപ്പം അതിനകത്ത് എന്തില്ല? ശക്തിയുള്ള പ്രബോധനമില്ല, അതിന് തക്കതായ ഒരു പുരോഹിതനും ഇല്ല. ഓ, ഒന്ന് ആലോചിക്ക്. ചുമ്മാ പോയി കൂടുക, വർഷം. എത്ര വർഷം കഴിഞ്ഞാലും നോ പ്രോമിസ്. സ്വർഗത്തിൽ പോയി എന്നുള്ളത് ഉറപ്പില്ല, വാഗ്ദത്വം ഇല്ല. സ്വർഗത്തിൽ പോയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ യാഗം കഴിക്കുന്ന നിന്ന് പോവുകയില്ലയോ? ഇല്ലേ? അങ്ങനെയല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? ഇത് വർക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വർക്കായി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. പിന്നെ യാഗം കഴിക്കരുത്. വർക്കായി പോയി പിന്നെ അയാൾ സ്വർഗത്തിൽ പോയാൽ പിന്നെ അയാൾ പാപം ചെയ്യാൻ പിന്നെ ജീവിച്ചിരിക്കുന്നില്ല. പിന്നെ എന്തിനാ അയാൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നു? ഒരു പ്രോമിസും ഇല്ല. നിങ്ങൾ ലോകത്തിൽ ഏത് മതത്തിലേക്ക് നോക്കിയാലും ഈ രക്ഷയുടെ വാഗ്ദത്വം അവിടെയെങ്ങും ഇല്ല. മനസ്സിലായോ? പോയാ പോയി, വന്നാ വന്നു. എല്ലായിടത്തും അങ്ങനെ. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ലോകത്തിൽ ഏത് മതമായാലും ഈ പ്രത്യാശയുടെ നങ്കൂരം എന്ന് പറഞ്ഞൊരു സാധനം ഈ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറൊരു മതത്തിലും അത് ഉണ്ടായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. പോയാൽ പോയി, വന്നാ വന്നു. പിന്നെ ബോംബ് പൊട്ടിത്തെറിച്ച് ചത്താൽ ചില മതങ്ങളിലൊക്കെ പോകുമെന്ന് പറയുന്നില്ല. അതിനുവേണ്ടി ഇപ്പോൾ ചാവാൻ പോകാൻ പറ്റില്ലല്ലോ. അതാണ് അവരുടെ അങ്ങേയറ്റത്തെ പ്രോമിസ്. പക്ഷെ നമ്മുടെ വാഗ്ദത്വം അങ്ങനെയല്ല. ഈ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം ഈ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന പൗരോഹിത്യങ്ങളെ പോലെയല്ല. അത് എന്നേക്കുമായി ഒരിക്കലായി നമുക്ക് പ്രവേശനവും വാഗ്ദത്വവും തന്നിരിക്കുന്നു. അപ്പം നിങ്ങളത് ശരിയായില്ല, മതിയായില്ല, പോകുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെയാണ് തള്ളി പറയുന്നത്? ഈ യാഗത്തെയല്ലേ തള്ളി പറയുന്നത്? ആണോ അല്ലയോ? അല്ലേ? അപ്പോൾ എത്ര പേർക്ക് ഉറപ്പുണ്ട്? 2 ഹുക്ക് എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. അതുകൊണ്ട് പറയണേ അല്ലേ? പറയണ്ടേ? ആർക്ക് പറയാം 2 ഹുക്ക് എന്താന്ന്? പ്രത്യാശ നമ്മൾ പിടിക്കുന്ന ഹുക്ക്. പ്രത്യാശയാണ് ആ നങ്കൂരം. ആ നങ്കൂരം പോയി ഉടക്കിയിരിക്കുന്ന ഹുക്ക് ഏതാന്ന് ചോദിച്ചാൽ നോ 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 നോ. മഹാപൗരോഹിത്യം എന്നുള്ള വാക്ക് ഓർക്കണം. അവിടെ മഹാപൗരോഹിതനായിരിക്കുന്നത്. അപ്പോൾ ഈ യാഗവുമായിട്ട് സംബന്ധിക്കുന്നതും പൗരോഹിത്യമായിട്ട് സംബന്ധിക്കുന്നത് അല്ലേ? ഈ ഹുക്ക് എന്താ? ഒരു മഹാപുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന് യാഗം കഴിക്കുന്നു, ഓഫ് കോഴ്സ്. അതായത് പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാഗം കഴിക്കുന്നു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? നാളെ ചെയ്യാൻ പോകുന്ന പാപം എല്ലാം തീർന്നു. എന്നാൽ പാപം ചെയ്യാം. അങ്ങനെ പറ്റില്ല. അങ്ങനെയല്ല അത്. ഞാനതിന് പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ലൈവായതുകൊണ്ട് പറയാൻ പറ്റില്ല. അത് പറയരുതെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു പൊതുവായിട്ടൊരു രീതി പറയാം. ഓക്കെ? ഇപ്പം എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുക, ഭയങ്കര പനിയാന്ന് വിചാരിച്ചോ. ഓക്കെ? ഡോക്ടർ പറയാം പാരസെറ്റമോൾ കഴിച്ചാൽ മതി. ഓക്കെ, പാരസെറ്റമോൾ കഴിച്ചു, പനി മാറി. പനി മാറി കേട്ടോ, നല്ല മരുന്നാണ് ഡോക്ടറുടെ. 8 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും പനി വരും. കാരണം പാരസെറ്റമോളിന് അത്രയും കപ്പാസിറ്റി ഉള്ളൂ. പിന്നെ വീണ്ടും പാരസെറ്റമോൾ, വീണ്ടും ഉപവാസ പ്രാർത്ഥന, വീണ്ടും യാഗം, പ്രാർത്ഥന, യാഗം, പിന്നെയും പാപം, പിന്നെയും യാഗം, പ്രാർത്ഥന. ഇങ്ങനെയല്ലേ? നമ്മളൊരിക്കലും രക്ഷപ്പെടുന്നില്ല.
എന്നാൽ ഈ ഡോക്ടർ വ്യത്യാസമുണ്ട്. ഈ ഡോക്ടർ വന്ന ഉടനെ പനി എന്തുകൊണ്ടാണ്, അത് കയ്യിൽ എവിടെ മുറിവുണ്ടായി, സെപ്റ്റിക് ആയിരുന്നു, പുള്ളി കണ്ടുപിടിച്ചു. അപ്പോൾ ഉടനെ പുള്ളി ഒരു ആൻറ്റിബയോട്ടിക് തന്നു ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി. അപ്പം നമുക്ക് പിന്നെയും പനിക്കുന്നുണ്ട്, പഴയ പോലെ ഇല്ല. പക്ഷേ ഡോക്ടർ ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല. എന്താ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം? ഇത് 2-3 ദിവസം കൂടെ ചെറുതായിട്ട് പനിച്ചിട്ട് അങ്ങ് പൊയ്ക്കോളൂ എന്നുള്ള കാര്യം ഡോക്ടറിനറിയാം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാളുടെ ഉള്ളിൽ ആത്മാവുള്ളതുകൊണ്ടും അവൻ ക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ചില പഴയ ജീവിതത്തിലെ ലക്ഷണങ്ങളൊക്കെ വീണ്ടും വന്നാലും അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ ഇവനെ നാളെ രക്ഷിച്ചു കൊണ്ടുപോയി പിതാവിൻ്റെ അടുത്ത് നിർത്തുമെന്ന് ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം. അല്ലെ നല്ല അടി കിട്ടുന്നുള്ള കാര്യം നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലായിക്കോളും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ രക്ഷയുടെ വാഗ്ദത്വം എന്ന് പറയുന്നത് എൻ്റെ നന്മയിലല്ല ഇരിക്കുന്നത്, പിന്നെ എവിടെ ഇരിക്കുന്നത്? രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ കഴിവിലാണ് ഇരിക്കുന്നത്. നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിവുണ്ടോ? അപ്പോൾ മഹാപുരോഹിതൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിത്യമായ ഒരു യാഗം നമുക്ക് വേണ്ടി കഴിക്കാന്നുള്ളതാണ്. അത് ഞാൻ നിങ്ങളുടെ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഒറ്റ യാഗത്താൽ അവൻ എല്ലാ കാര്യങ്ങളും തീർത്തു. അതുകൊണ്ട് വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇനി നമുക്ക് മതമില്ല. മതമില്ലാത്തതിൻ്റെ കാരണം എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകുന്നതിനാണ് ഈ മതം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? ദൈവം ക്രിസ്തുവിൽ പ്രസാദിച്ചിരിക്കുന്നു. ആ ക്രിസ്തു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. അതിന് പ്രത്യേക കർമ്മങ്ങളൊന്നും ഇനി ആവശ്യമില്ല. സമ്മതിച്ചോ? ഇപ്പം മതം തീർന്നു, ഒരു മതവും ഇല്ല. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ലോകത്തിലുള്ള ഏത് മനുഷ്യനും ആവർത്തിക്കപ്പെടുന്ന പൂജകളോ കുർബാനകളോ ചടങ്ങുകളോ ആവശ്യമില്ല. കാരണം എന്തെല്ലാമാണോ അവൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം അവന് വേണ്ടി കർത്താവ് നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഇപ്പോൾ ചില ആൾക്കാർ വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പം പൈസ കളക്ട് ചെയ്തുകൊണ്ട് പോവില്ലേ? അപ്പോൾ നമ്മളും പണ്ടൊക്കെ കൊടുക്കുമായിരുന്നു, വിവരമില്ലായിരുന്ന കാലത്ത്. അപ്പോൾ അവർ പറയും 100 വീടൊക്കെ തെണ്ടിയിട്ടാണ് കൊണ്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഏത് മനുഷ്യനെ തെണ്ടിയാക്കാൻ ഇവരെ കൊണ്ട് പറ്റും. അപ്പോൾ നമ്മൾ 1 രൂപ കൊടുത്ത് കാണും, അല്ല 5 രൂപ, അല്ലെ 10 രൂപ കൊടുത്ത് കാണും. അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ഇയാൾ വേളാങ്കണ്ണി പോകുമ്പം ഇയാൾ ആ പൈസ അവിടെ ഇടുമ്പം എനിക്കുള്ള അനുഗ്രഹങ്ങൾ ഈ കന്യാമറിയം അത് വേറെ ഏതെങ്കിലും വഴി കൂടെ എനിക്ക് തന്നോളൂ എന്ന് ഒരു വിശ്വാസത്തിലല്ലേ കൊടുക്കുന്നേ? ആണോ അല്ലയോ? നിങ്ങൾ ഇതുപോലും മിണ്ടുന്നില്ലല്ലോ. ആണല്ലോ. ഓക്കെ. അയാൾ അതുകൊണ്ട് ചായ കുടിക്കുമോ, വേളാങ്കണ്ണി തന്നെ പോവുമോ, ഇടുവോ? ഇട്ടാൽ വലിയ ഗുണമുണ്ടോ? കന്യാമറിയം എന്ന് പറഞ്ഞൊരു വിശുദ്ധ സ്ത്രീയും യേശുവിൻ്റെ അമ്മയുമായിരുന്നു. സ്വർഗത്തിൽ പോയി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരേ സമയത്ത് വേളാങ്കണ്ണിയിലും മണർകാട്ടും അവിടെ ഇവിടെ എല്ലാം എങ്ങനെ വരുന്ന അറിയത്തില്ല. കാരണം സർവ്വവ്യാപിത്വം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെന്നാലും നമ്മൾ ഒരിടത്തേ കാണുള്ളൂ. ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കാൻ പറ്റും എനിക്ക്. ഇപ്പോൾ സെപ്റ്റംബർ 8-ാം തീയതി ആ പള്ളിയിൽ, ഈ പള്ളിയിൽ, അവിടുത്തെ പള്ളിയിൽ, അപ്പുറത്തെ പള്ളിയിലെല്ലാം എങ്ങനെ മാതാവ് വരുന്നത്? അപ്പം സർവ്വവ്യാപിയായ മാതാവാണോ ഉള്ളത്? അല്ലല്ലോ, ഒരു വ്യക്തിയല്ലേ? ആണോ? ദൈവത്തിന് മാത്രം എന്തുള്ളൂ? സർവ്വവ്യാപിത്വം ഉള്ളൂ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആരായിരിക്കും? ആരോ എന്തെങ്കിലും ആട്ടെ. അപ്പം നമ്മളിത് കൊണ്ടേ കൊടുക്കുമ്പം തന്നെയല്ല, ഈ വിശുദ്ധന്മാരൊക്കെ മരിക്കുമ്പോഴേ കർത്താവ് പറയും ചെയ്സേ പോരെ, ബാ ഇവിടെ വിശ്രമിച്ചോ എന്ന് പറയും. പക്ഷേ മനുഷ്യർ പൊറുതി തരികയില്ല. എൻ്റെ പെൻസിൽ കാണാനില്ലേ, എന്നെ സഹായിക്കും. അതൊക്കെ വിട്ടിട്ട് പോയത് അവർ. ഒന്ന് ആലോചിക്കുക, അവരുടെ ഗതികേട്. സമാധാനം ഉണ്ടോ ഈ വിശുദ്ധന്മാർക്ക്? ഓക്കെ. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ഈ എന്താ ഞാൻ പറഞ്ഞു വന്നേ, ഈ 2 യാഗങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് വേണ്ടി കഴിച്ച യാഗമാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് എന്നേക്കുമായിട്ട് നമുക്ക് വേണ്ടി പാപപരിഹാരം വരുത്തി. ഇനി മതമില്ല. ഇനി ഏത് മനുഷ്യനും ആ യാഗത്തിൽ വിശ്വസിച്ചാൽ മതി, എനിക്ക് പകരം കർത്താവ് മരിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പം എൻ്റെ പാപങ്ങളെല്ലാം അതിനകത്ത് എന്നേക്കുമായി സോൾവായി. ഇപ്പം ഞാൻ നാളെ ചെയ്യാൻ പോകുന്ന പാപത്തിനും ചെയ്യാൻ പോകുന്നില്ല. ഇനി അഥവാ വന്നാലും ഈ പാപത്തിന് എനിക്ക് എങ്ങോട്ട് ചെന്നാൽ മതി? ഈ ഒരൊറ്റ യാഗത്തിലേക്ക് ചെന്നാൽ മതി. അത് അന്നേരവും ഗുണകരമായിട്ട് ഞാൻ തിരിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് ഏത് സമയത്ത് നമുക്ക് ചെല്ലാം. എത്ര പേർക്ക് വാഗ്ദത്തത്തിൽ ഉറപ്പുണ്ട്? ഇനി രണ്ടാമത്തെ കാര്യമാണ്, രണ്ടാമത്തെ ആണയാണ് പ്രധാനം. അതെന്താ പറയുന്നതെന്നറിയോ? രണ്ടാമത്തെ ആണ
ആ രണ്ടാമത്തെ ഹുക്ക്. ആദ്യത്തെ ഹുക്ക് എന്തായിരുന്നു? പുരോഹിതൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം പറ, യാഗങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്താ? നിങ്ങൾ ഈ യാക്കോപ്പള്ളിയിലൊക്കെ കുർബാന ഏറ്റെടുക്കാറുണ്ടായിരുന്നു? ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയില്ലേ? പൈസ കുർബാന ചൊല്ലിപ്പിക്കുക, എന്താ പറയുന്നത്? ഏറ്റു ചൊല്ലുക എന്നാണോ? ഏറ്റ് കഴിക്കുക. റൈറ്റ്. എത്ര രൂപ കൊടുക്കണം കുർബാന ഏറ്റ് കഴിക്കാൻ? 101 രൂപ. ഓ വെരി ഗുഡ്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ 2 രൂപ 50 പൈസയായിരുന്നു. 3 രൂപ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് കൂട്ടിയല്ലേ, ചിലവ് കൂടി വരുമല്ലേ? ഓക്കെ. അപ്പോൾ ഈ 3 രൂപ അല്ലെങ്കിൽ 101 രൂപ കൊടുക്കുന്ന ആളുടെ പേരെല്ലാം അച്ഛൻ എഴുതി വെച്ചിട്ട്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ഞാൻ, ഈ മദ്ബഹായിൽ അച്ഛൻ ഇങ്ങനെ കമന്ന് കിടക്കുമ്പം, കർത്താവെ ഈ ചെയ്സ് 101 രൂപ തന്നിട്ടുണ്ട്, അവനും കൂടെ വേണ്ടിയാണ്, അവന് പ്രത്യേക ഒരു അനുഗ്രഹം കൊടുത്തേക്കണമെന്ന് പറയുമോ? ആണോ? ആർക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, മഹാപുരോഹിതന് ഒരു പണിയും കൂടെ ഉണ്ട്. എന്തുവാ പറ? യാഗമർപ്പിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി, അത് തന്നെ, നമുക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുകയോടെ ചെയ്യണം. അല്ലേ? അല്ലേ? മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുക കൂടെ ചെയ്യണം. ഇനി 7:25 വായിച്ചു നോക്കിയേ. എബ്രായ ലേഖനം 7:25. ആ ആ ആ ആ റൈറ്റ്. അപ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകാൻ. അപ്പോൾ എപ്പോഴും കർത്താവിന് മുമ്പിൽ ആര് നിൽപ്പുണ്ട്? പിതാവിന് മുമ്പിൽ ആര് നിൽപ്പുണ്ട്? ഈ പുത്രൻ നിൽപ്പുണ്ട്. എന്താ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ചേക്ക്. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ചെയ്സ് ശരിയായിട്ടൊന്നുമില്ല, പക്ഷെ അവനെ വിട്ടേക്കരുത്, ഞാൻ അവന് വേണ്ടിയാണ് മരിച്ചേക്കുന്നത് എന്ന് പിതാവിനോട് പുത്രൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിച്ചുകൊണ്ട്. അതാണ് രണ്ടാമത്തെ ഹുക്ക്. ഈ 2 കാര്യത്തിലും പിതാവിന് റിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? പിടി കിട്ടിയോ? അത് രണ്ടാമത്തെ ഹുക്ക് എന്തുവാ? അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ മഹാപുരോഹിതൻ തിരശ്ശീലയ്ക്കപ്പുറത്ത് എൻ്റെ രക്ഷയ്ക്കായി യാഗം കഴിക്കുക മാത്രമല്ല, അവൻ്റെ രക്തം ഇന്നും ഗുണകരമായി എൻ്റെ പാപപരിഹാരത്തിനായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി അവിടെ മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പോവോ? നമ്മൾ പോയില്ല എങ്കിൽ അതിനർത്ഥം എന്താ? യേശു കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് പറഞ്ഞ പ്രാർത്ഥനയൊന്നും പിതാവ് കേട്ടില്ല. പിതാവ് കർത്താവിനെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് അങ്ങനെ ഒരു പുരോഹിതൻ ഇല്ല. അങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, അങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പുരോഹിതൻ ഉണ്ടെങ്കിൽ, ആ പുരോഹിതൻ പറഞ്ഞാൽ പിതാവ് കേൾക്കുമെങ്കിൽ, ഉറപ്പായിട്ട് ഞാൻ എവിടെ പോയിരിക്കും? സ്വർഗത്തിൽ പോയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും വരുന്നത് എന്തായിരിക്കും? ഈ പുരോഹിതൻ നമുക്ക് വേണ്ടി അവിടെ നിൽക്കുന്നു. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട്, അവൻ സകല മഹത്വവും ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യനായ കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമസ്കരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഈ കുഞ്ഞാടിനെ നമസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ആരാധനയും സ്തോത്രവും എല്ലാം ഈ വെളിപ്പാടിനകത്തുനിന്നാണ്. കാരണം നമ്മൾ ഈ നാട്ടുകാരല്ല, നമ്മളോട് നശിച്ചു പോകേണ്ടവരല്ല, നമ്മൾ കുറേ നാളോട് എൻജോയ് ചെയ്തിട്ട് നാളെ ഇല്ലാതാകേണ്ടവരല്ല. നമ്മൾ സ്വർഗത്തിൽ അവൻ്റെ കൂടെ ഇരിക്കേണ്ടവരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എത്ര പേർക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിൽ പോകുന്നു? നിങ്ങൾക്ക് ഇന്ന് വരെ ഉറപ്പില്ലായിരുന്നെങ്കിൽ ഇന്ന് വിശ്വസിക്കണം. ആരെ വിശ്വസിക്കണം? 101 രൂപ മേടിക്കുന്ന ആളെ അല്ല, പിന്നെ ആരെ വിശ്വസിക്കണം? നമുക്ക് വേണ്ടി ഒന്നും മേടിക്കാതെ നമുക്കെല്ലാം തന്ന ഒരു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് പകരക്കാരനായി മരിച്ചതുകൊണ്ട്, അവൻ നമ്മുടെ നീതിയായി മാറിയത് കൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം: നമ്മൾ ഒരിക്കലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിച്ചിരിക്കും. വിശ്വാസമുണ്ടോ? അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ആരെയാണ് നോക്കുന്നത്? വിശ്വാസത്തോടെ ആരെയാണ് നോക്കുന്നത്? കർത്താവിനെയാണ് നോക്കുന്നത്. അവനാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. ഓക്കെ. അപ്പോൾ ഈ രക്ഷ നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ വീട്ടിലോട്ട് ചെല്ലുന്നു കഴിയുമ്പം ഈ വിശ്വാസത്തോടെ നമ്മൾ മറ്റൊരാളെ നോക്കിക്കേ. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കിക്കേ.
കുഞ്ഞുങ്ങളെ നോക്കിക്കും. ഈ വിശ്വാസം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. എൻ്റെ കുഞ്ഞുങ്ങൾ എത്ര വഷളരായി കാണപ്പെട്ടാലും അവരുടെ ഉള്ളിൽ കർത്താവ് ഉണ്ടെങ്കിൽ അവരെ ദൈവം നന്നാക്കി എടുത്തോളും. അപ്പോൾ നമ്മളെല്ലാവരും ഈ സ്വർഗത്തിലേക്കുള്ള ഓട്ടത്തിൻ്റെ ഏതോ ഒരു ഷേപ്പിൽ, ഒരു ഗ്യാരാജിൽ കുറേ വണ്ടികൾ കിടപ്പുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ വണ്ടികളിൽ പല ഷേപ്പിലായിരിക്കും. ചിലതിൻ്റെ ടയർ ഊരി വെച്ചിരിക്കുമായിരിക്കും, ചിലതിൻ്റെ എഞ്ചിൻ അഴിച്ച് വെച്ചിരിക്കുമായിരിക്കും. ഇന്നലെ ഒരു ബൈക്ക് വന്നിരിച്ച് എൻ്റെ വണ്ടിയുടെ പുറകിലുള്ള മഡ്ഗാർഡ് ഇളകിയിരിക്കുക. ചെറിയ പണിയാണ്, അതും ചെയ്യാനുള്ള വണ്ടികളും കാണും. നമ്മളെല്ലാവരും ഈ കർത്താവിൻ്റെ വർക്ക്ഷോപ്പിൽ പണി തീർക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കാറുകളെ പോലെയാണ്. ഞാൻ ഒരാളെ നോക്കി, അവൻ കുറേ പണി ബാക്കിയുണ്ടല്ലോ, അയ്യേ എന്ന് പറയാൻ പാടില്ല. കാരണം നമ്മളെല്ലാവരും ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് ആരെയും വിധിക്കാൻ പാടില്ല, പക്ഷേ വിവേചിക്കണം. അവർ കർത്താവിൻ്റെ വിശ്വാസത്തിൽ തന്നെയാണോ, യേശു ആണോ അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നത്? അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. അത് സ്വർഗീയമായ ഒരു സമാധാനമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സ്വർഗീയമായ സമാധാനത്താൽ ദൈവം നമ്മളെല്ലാവരെയും നിറയ്ക്കണം. അപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോഴും നമുക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ എനിക്ക് അസുഖം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പൈസ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഈ പിള്ളേർ ചെറുപ്പത്തിൽ എങ്ങനെയാണ്? എനിക്കിപ്പോൾ തന്നെ ചോക്ലേറ്റ് വേണം, എനിക്കിപ്പോൾ തന്നെ ഐസ്ക്രീം വേണം. ചെറുപ്പത്തിൽ അങ്ങനെ അല്ലേ? പ്രായമാകുമ്പോഴോ 35 വയസ്സ് എനിക്കിപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് പിള്ളേർ കരഞ്ഞ് എങ്ങനെ ഇരിക്കും? നമ്മളെ എത്ര 60 വയസ്സായാലും നമ്മൾ ഈ കർത്താവിൻ്റെ എനിക്കത് തന്നേ പറ്റൂ എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ? നമ്മൾ വളർന്നു വരുന്തോറും നമുക്ക് അപ്പനെ പോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? യേശുവിനെ പോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ അല്ലേ? തലവേദന വരുമ്പോൾ തലവേദന മാറ്റിത്തരണേ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നതിന് പകരം ഈ തലവേദന സഹിക്കാനുള്ള കൃപ എനിക്ക് തരണേന്ന് പറയണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ വളരുന്നേ? ആണോ? അങ്ങനെയാണോ വളരുന്നേ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രത്യേക കാര്യം കൂടെ നമുക്ക് ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതായത് എന്താണ് ശരിക്കുമുള്ള വേർപാട് എന്നുള്ളൊരു വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇതിനിടയിൽ നമ്മുടെ എളംകുളത്തെ ചർച്ചയിൽ നിന്ന് ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്യും സൂമിൽ. അതുകൊണ്ടാണ് ഞാനൊരു ഇത്തിരി ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവിടുത്തെ ടൈം എന്താണെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഈ ക്രിസ്തുവിൻ്റെ യാഗമാണ്. ഈ ക്രിസ്തുവിൻ്റെ യാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ശരിക്കും ഒരു നല്ല ഭാര്യയാകാനും ഭർത്താവാകാനും ഈ സ്വഭാവം നമുക്ക് ദാനമായിട്ട് തരുന്നത്. ജീവനും ഭക്തിക്കും വേണ്ടതല്ല. ഈ ജീവനും ഭക്തിക്കും വേണ്ട സ്വഭാവങ്ങൾ എങ്ങനെ നമുക്ക് വരുന്നത്? അത് 2 പത്രോസിലുണ്ട്. 2 പത്രോസിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്, 5-ാം വാക്യം, അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടുകൂടി വീര്യത്തോടുകൂടി പരിജ്ഞാനവും, പരിജ്ഞാനത്തോടുകൂടി ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോടുകൂടി സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്നേഹം വന്ന് നിറയുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ ആൾക്കാർ കാണുന്നത്. സഹോദരപ്രീതി കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളതെന്ന് തോന്നുമോ? ഇല്ല അല്ലേ? അത് ഒത്തിരി പേർക്കുണ്ടല്ലോ സഹോദരപ്രീതി. പക്ഷെ ഒരാളിൽ സ്നേഹം വന്നു കഴിയുമ്പോഴാണ് അവൻ ക്രിസ്തുവിൻ്റെ ആളാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ എത്ര പേര് സ്വർഗത്തിൽ പോവും? സ്വർഗത്തിൽ പോകുന്നവരെല്ലാം കൈ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തു. ഞാൻ 2 കൈ ഉയർത്തിയല്ലേ? നിങ്ങളെല്ലാവരും ഉയർത്തിയോ? പിള്ളേർക്ക് വിശ്വാസമുണ്ടോ? സ്വർഗത്തിൽ പോവോ? പിള്ളേരെല്ലാം നേരത്തെ റെഡിയാ അല്ലേ? ഇപ്പം കർത്താവ് ഏത് സമയത്തും വന്നാൽ പോകാൻ ധൈര്യമുള്ളവരായിട്ട് അവൻ്റെ സന്നിധി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് 1-2 വേദഭാഗങ്ങൾ കൂടെ ഇതുമായിട്ട് അനുബന്ധിച്ച് നമുക്ക് വായിക്കാം. നമ്മുടെ ലൈഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. അവിടുത്തെ ചർച്ചയിൽ നിന്ന് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ സമയത്ത്. ഈ സൂമിൽ വരും. ഞാൻ അവരോടും കൂടെ ഇനി സംസാരിക്കും 15 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ
അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നതാണ് എന്ത് ശരിക്കുമുള്ള നമ്മുടെ ലൈഫിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമുക്കൊരു ജഡശരീരമുണ്ട്. ഈ ജഡശരീരം എപ്പോഴും നമ്മളെ പാപത്തിനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കും, അല്ലേ? പാപ സ്വഭാവങ്ങൾ, ദേഷ്യം, വൈരാഗ്യം, സ്നേഹമില്ലായ്മ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതേ സമയത്ത് ഇതിനെ എതിർക്കാൻ വേണ്ടി നമ്മൾ മതത്തിൻ്റെ ചിട്ടകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജഡ മനസ്സ് സ്ട്രോങ് ആവും. ജഡശരീരമുണ്ട്, പിന്നെ എന്തുണ്ട്? ജഡ മനസ്സുണ്ട്. ഇത് രണ്ടും സ്ട്രോങ് ആവും. ഇതിലൂടെ ഒന്നുമല്ല നമ്മൾ ജയിക്കുന്നത്. നമ്മൾ ജയാളികളാകുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വസിക്കുന്നതുകൊണ്ടാണ്. ഈ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ എങ്ങനെയാണ് വസിക്കുന്നത്? ഓരോ സമയത്തും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള കാര്യം ആത്മാവ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നു. ആത്മാവ് അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഏറ്റവും വലിയ റെവലേഷൻ എന്താണെന്ന് അറിയാം? ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കുന്നത് ഏറ്റവും വലിയ റെവലേഷൻ നീ എൻ്റെയാണ് എന്നുള്ള റെവലേഷനാണ്. എല്ലാ സമയത്തും നമ്മുടെ ആത്മാവ് കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. എന്താണ്? നീ എൻ്റെ സ്വന്തമാണ്, ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്, നീ എൻ്റെയാണ്, ഞാൻ നിന്നൊരിക്കലും കൈവിടുകയില്ല എന്ന് ആരോടാണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? അത് വാഗ്ദത്തങ്ങളുടെ ശബ്ദമാണ്. മനസ്സിലായോ? ഈ ശബ്ദം ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവിൽ നമ്മൾ കേൾക്കുന്ന ഒന്നും നമുക്ക് ഒരിക്കലും മറന്നുപോകില്ല. ബുദ്ധിയിൽ കേൾക്കുന്ന എല്ലാം മറന്നുപോകും. മനസ്സിലാകുന്നുണ്ടോ? ഈ അന്യഭാഷയെക്കുറിച്ച് നിങ്ങൾ കേട്ടു? നിങ്ങൾ അന്യഭാഷ പറയുന്നവരുണ്ടോ ഇവിടെ? ഈ അന്യഭാഷ പറയുമ്പം ആത്മീക വർധന വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആത്മീക വർധന എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഏതെങ്കിലുമൊക്കെ സമയത്ത് അത് പ്രയോജനപ്പെടും. ഇത് ചർച്ചിൽ ഇങ്ങനെ ഉറക്കെ പറയാനുള്ളതല്ല, അത് നമുക്ക് പേഴ്സണലി ആത്മീക വർധന വരുത്താനുള്ളതാണ്. ഇനി അന്യഭാഷ ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ആത്മാവിനോട് എപ്പോൾ വേണമെങ്കിലും ഉറപ്പ് തരാൻ പറ്റും. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് തരുന്ന ഉറപ്പുകളാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നീ എൻ്റെയാണ്, നീ ഒരിക്കലും എൻ്റേതല്ലാതെ ആവുകയില്ല, കാരണം നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. ഇത് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ആത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ സമയത്തും കർത്താവായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള വെളിപ്പാടിലേക്ക് നമ്മളെ നടത്തുന്നതാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ചെയ്യുന്നത്. ഞാൻ മിനിങ്ങാൻ തുടങ്ങി പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ട് തരത്തിലുള്ള നീതിയുണ്ട്. ഒന്ന് നമ്മൾ പ്രവർത്തിച്ചുണ്ടാക്കുന്ന നീതി, മറ്റൊന്ന് എങ്ങനെയാണ്? വിശ്വാസത്താൽ വരുന്ന ക്രിസ്തുവിൻ്റെ നീതി. വിശ്വാസത്താൽ വരുന്ന ക്രിസ്തുവിൻ്റെ നീതി മാർമികമാണ്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആത്മാവ് വെളിപ്പെടുത്തി തരണം. ഓക്കെ, യേശു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള നീതി മാർമികമായ നീതിയാണ്. അത് ആര് വെളിപ്പെടുത്തി തരണം? അത് കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണം. ആത്മാവ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കണം. ഇപ്പം ഞാൻ നിങ്ങളോട് എന്ത് സംസാരിക്കണം, യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഒരു ക്രൈസിസിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു, ഇതെല്ലാം ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ രണ്ട് തരം ടീച്ചേഴ്സ് നമുക്കുണ്ടായിരിക്കണം. ഒന്ന് വചനം, ഞാൻ നിങ്ങളുടെ ഒന്ന് വചനം മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ. എന്നാൽ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തന്നുകൊണ്ടേയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഓരോ ദിവസവും ആത്മനിറവിൽ നടക്കുമ്പോഴാണ് നമ്മൾ നല്ല മക്കളും നല്ല മാതാപിതാക്കളും നല്ല വിശ്വാസികളും നല്ല സഹോദരങ്ങളും ഒക്കെ ആയി മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറണമെങ്കിൽ എന്താണ് ഈ സഭയായി കൂടി വരേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, മതത്തിൻ്റെ ആവശ്യമില്ലെന്ന്. ഓർമ്മയുണ്ടോ? അപ്പം മതത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും നമ്മൾ സഭയായി കൂടി വരുന്നത് എന്തുകൊണ്ടാണ് സഭ ആരാധനകളെ ഉദാസീനമായി വിചാരിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ? ഉണ്ട്. അതെന്തിനാ പറഞ്ഞേക്കുന്നത് നോക്കിയേ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നോക്കിയേ. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിച്ച് വിചാരിക്കാതെ എന്ത് ചെയ്യണം? തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. അപ്പം സഭയിൽ എന്തുണ്ടാകണം? തമ്മിൽ പ്രബോധിപ്പിക്കണം. എന്തിനു വേണ്ടിയാ തമ്മിൽ പ്രബോധിപ്പിക്കണ്ടേ? അതിന് മുകളിലോട്ടുള്ള കാര്യം അത് വേണം. അതിൻ്റെ കൂടെ ഇത്ര നേരം നമ്മൾ വായിച്ചത് എന്താ? 23-ാം വാക്യം, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. അടുത്തത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പ്രബോധിപ്പിക്കണ്ടേ? പ്രത്യാശ കൈവിടല്ലേ മക്കളെ. പ്രത്യാശ കൈവിട്ട് എന്നാ സംഭവിക്കും? ദുർമനസാക്ഷി ഉണ്ടോ? എന്താ ദുർമനസാക്ഷി? പാസ്റ്ററെ ഞാൻ സ്വർഗത്തിൽ പോകുമോ പാസ്റ്ററെ? ഒരാളെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ സംശയം? ഞാൻ ഇന്നലെ എൻ്റെ മക്കളോട് ഒത്തിരി ചൂടായി, ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഞാൻ സ്വർഗത്തിൽ പോകുമോ? അവരെ
നിങ്ങൾ പറ, പോവോ ഇല്ലയോ? ഇല്ലയെന്ന് ഈ കൊച്ചു പറഞ്ഞോ? ആരും ഇല്ലയെന്ന് പറഞ്ഞോ? എനിക്ക് തോന്നി. പോവോ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ചൂടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാളും ഗുരുത്തക്കേട് നമ്മുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ട്, ഇല്ലേ? നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? നിങ്ങൾ മിണ്ടുന്നില്ല. ശരി, ഞാൻ ചൂടായില്ല, സ്വർഗത്തിൽ പോവോ? ചൂടായി, സ്വർഗത്തിൽ പോവോ? എന്തെങ്കിലും വ്യത്യാസം വന്നോ? എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക, ഞാൻ കടിച്ചു പിടിച്ച് ചൂടായില്ല, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കൊള്ളാം എന്നെ? കൊള്ളുകയല്ല. ദേഷ്യപ്പെട്ടു, ഡിസ്ക്വാളിഫൈഡ്. ദേഷ്യപ്പെട്ടില്ല, ക്വാളിഫൈഡ്. അങ്ങനെ വരുമോ? അങ്ങനെ വരികയല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ പാപം എന്ന് പറയുന്നത് ഈ ദേഷ്യപ്പെട്ടതല്ല. പാപം എവിടെ കിടക്കുന്നേ? ചിന്തകളിൽ പോലും അല്ല. പാപം കിടക്കുന്ന എവിടെയാ? എവിടെയാണ് ഇത് വന്നത്? എൻ്റെ പ്രകൃതത്തിൽ നിന്നാണ് വന്നത്. സമ്മതിച്ചോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ദൈവം ക്ഷമിക്കണമെങ്കിൽ എവിടെ നിന്ന് ക്ഷമിക്കണം? എവിടുന്ന് ക്ഷമിക്കണം? എൻ്റെ പ്രകൃതത്തോട് ക്ഷമിക്കണം, അല്ലേ? അതിനെ തകർക്കണം. ക്രൂശിൽ എന്ത് ചെയ്യണം? എൻ്റെ പ്രകൃതത്തെ തകർത്തില്ലെങ്കിൽ, എൻ്റെ നേച്ചറിനെ തകർത്തില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ക്രൂശിൽ എന്താ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ പ്രകൃതത്തെ കർത്താവ് തകർത്ത് കളഞ്ഞു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഐ ഡൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്നാ? എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ? അപ്പോൾ ഈ പഴയ മനുഷ്യൻ്റെ മരണമാണ് ശരിക്കും നമ്മുടെ മാനസാന്തരം. നിങ്ങൾ പഴയ മനുഷ്യൻ, ആ പഴയ പാപത്തിൻ്റെ നേച്ചർ മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പാപത്തിൽ നിന്ന് ജയിച്ചു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് ജയിക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താലാണ്. അപ്പോൾ ഒരാൾ സ്വർഗത്തിൽ പോയില്ലോ എന്ന് എങ്ങനെ തീരുമാനിക്കാം? കറക്റ്റാ പറഞ്ഞു? വിശ്വാസത്താൽ തീരുമാനിക്കാം. വെരി ഗുഡ്, ഫൈൻ, വണ്ടർഫുൾ. അപ്പോൾ ഒരാളുടെ വിശ്വാസമാണ് അവൻ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എന്താ വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ആശിക്കുന്നതിനോടൊപ്പം വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? റിവിഷനാ ആദ്യ ദിവസം പറഞ്ഞ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? മാർക്ക് 0. പെട്ടെന്ന് പറ. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ? നോ, അതല്ലാന്ന് ഞാൻ എടുത്തു പറഞ്ഞു. എല്ലാം ദൈവം നടത്തിക്കോളും എന്നുള്ളതല്ല വിശ്വാസ ജീവിതം എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടാ ഇത് പറഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, ഒന്നുമല്ല. ഗലാത്യർ 2:20 ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനോടൊപ്പം ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്ന. അടുത്ത വാക്യം, ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ച് തന്ന ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ബാക്കി പറ ജീവിക്കുന്നത്. അപ്പൊ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്? ഞാനല്ല, അതാ വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ, നാളെ ഞാൻ പിന്നെയും വരും. ഞാൻ അങ്ങനെ പോവില്ല. ഞാൻ പിന്നെ വരുമ്പോഴും ഇതേ ചോദ്യം ചോദിക്കും. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാലോ, ഞാനല്ല, ക്രിസ്തു അത്ര കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയാണല്ലോ. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അതിനകത്തുണ്ടോ? ഉണ്ട്. അപ്പോൾ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ഞാനല്ല ക്രിസ്തു അത്ര എന്ന് പറയുമ്പോൾ അതിനകത്ത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും ഉണ്ട്. പിന്നെ എന്തുണ്ട്? കാണാത്ത കാര്യങ്ങളുടെ എന്താ കാണാത്ത കാര്യം? കാണുന്നത് എന്നെയാണ്. നിങ്ങൾ കണ്ണാടി നോക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ? എന്ത് കാര്യമായിട്ട് പറഞ്ഞല്ലേ, മറന്നുപോയല്ലേ, കഷ്ടമായി പോയി. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ഉറപ്പും എങ്ങനെ വരണം? ഞാനല്ല ക്രിസ്തു അത്രയെന്ന ഉപദേശത്തിൽ നിന്ന് വരണം. ഓക്കെ, നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം
എബ്രായ ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. ഇതെന്തിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, നമ്മൾ അവൻ്റെ യാഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ നടക്കുമ്പോൾ, നമുക്ക് എങ്ങനെയുള്ളൊരു ലൈഫാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ 13-ാം അധ്യായം എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, പത്യോപദേശം, ധർമ്മോപദേശം എന്ന് പറഞ്ഞ 2 ഡിപ്പാർട്ട്മെൻറ്റ് ബൈബിളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പത്യോപദേശവും ധർമ്മോപദേശവും എന്ന് പറയുന്ന 2 ഉപദേശങ്ങളുണ്ട്. ഇത്രയും നേരം എബ്രായ ലേഖനം 12:28 വരെ പത്യോപദേശമായിരുന്നു, ഇനി അത് ധർമ്മോപദേശമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ? എഫേസ്യ ലേഖനത്തിൻ്റെ ആദ്യത്തെ 5.5 അധ്യായവും പത്യോപദേശമായിരുന്നു. അത് കഴിഞ്ഞാണ് പെട്ടെന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഭാര്യമാർ ഇങ്ങനെയാകണം, ഭർത്താക്കന്മാർ ഇങ്ങനെയാകണം. അതിനെയാണ് നമ്മൾ ധർമ്മോപദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട്? പത്യോപദേശവുമുണ്ട്, ധർമ്മോപദേശവുമുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഈ 13-ാം അധ്യായം മുതൽ പത്യോപദേശമാണ്, ധർമ്മോപദേശമാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എങ്ങനെ വെളിപ്പെടും, എങ്ങനെ ആയിത്തീരും എന്നുള്ളതാണ് ധർമ്മോപദേശം. ഓക്കെ, ആ വെളിപ്പാടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. നമ്മൾ വിചാരിക്കുമോ എന്ത് എളുപ്പമാണ്? വളരെ സിമ്പിൾ. ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് സ്നേഹമാണല്ലേ. അപ്പോൾ സഹോദരന്മാരുടെ എന്തുണ്ടാകണം? സഹോദരന്മാരിൽ ഏത് പള്ളിയിലാണ് പോകുന്നത്? അപ്പോൾ നമ്മുടെ സഹോദരപ്രീതി കൂടി എന്ത് സംഭവിക്കും? ഈ സഹോദരന്മാർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലേ? പക്ഷെ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, പക്ഷെ അതിന് മുകളിൽ എന്ത് വേണം? ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ഈ എബ്രായ ലേഖനത്തിൽ ഇത് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഓക്കെ. അപ്പോൾ ഈ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വേർപാടിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ്. ശരിക്കും എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൻ്റെ ശരിക്കുള്ള തീം എന്ന് പറയുന്ന വേർപാടാണ്. എന്താണ് ക്രിസ്ത്യൻ സെപ്പറേഷൻ അല്ലെങ്കിൽ വേർപാട് എന്നുള്ളതിൻ്റെ ഒരു തിയറിയാണ് നമ്മൾ ഈ 13-ാം അധ്യായത്തിൽ കാണുന്നത്. അത് ധർമ്മോപദേശമായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നതെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ഉപദേശ രൂപമുണ്ട്. എന്താണ് ക്രിസ്ത്യൻ സെപ്പറേഷൻ, എന്താണ് ക്രിസ്തീയ വേർപാട് എന്നാണ് ഈ 13-ാം അധ്യായം പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ച് ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. നമുക്ക് നിലനിൽക്കുന്ന ഒരു പ്രത്യാശയുണ്ടെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ക്രിസ്തുവിൻ്റെ യാഗം ഇന്നും നമ്മോട് ഗുണകരമായി സംസാരിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവൻ നമുക്ക് വേണ്ടി യാഗം കഴിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടു. നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് ഈ നിത്യമായ കൂടാരത്തിനടുത്തേക്കാണ് എന്ന് നമ്മൾ വായിച്ചു, അല്ലേ? അത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അതുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്ന് സമ്മറൈസ് ചെയ്ത് വന്ന് നിൽക്കുന്നത് നമ്മുടെ ആക്ച്വൽ ലൈഫ് സിറ്റുവേഷൻസിലേക്കാണ്. അതായത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള പ്രമാണം കൊണ്ടാണ് പുതിയ നിയമം എല്ലാ ലേഖനങ്ങളും അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സഹോദരപ്രീതി നിലനിൽക്കട്ടെ എന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, ഈ എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രലോഭനം എന്ന് പറയുന്നത് സഹോദരങ്ങളല്ല യഹൂദന്മാരാന്നുള്ളതാണ്. അതായത് എബ്രായ വിശ്വാസികളാണല്ലോ, അപ്പോൾ അവരുടെ സഹോദരന്മാരല്ല എവിടെയാണ് ഉള്ളത്? യഹൂദ മതത്തിലുള്ളത്. അപ്പോൾ യഹൂദ മതത്തിനുള്ള ഭയങ്കരമായ പ്രഷർ ആരുടെ മേലുണ്ട്? ഈ വിശ്വാസികളുടെ മേലുണ്ട്. അപ്പോൾ യഹൂദ മതത്തിൽ നിന്നുള്ളൊരു പ്രഷർ ഉള്ളത് കൊണ്ട് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അവരോടുള്ള സ്നേഹം ഇല്ലാതെ പോകുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പം യാക്കോബായെന്നോ ഹിന്ദുവെന്നോ ഏതെങ്കിലും മതത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് വെള്ളോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ഇഷ്ടക്കുറവ് നാച്ചുറൽ, അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ പിടിച്ചു വലിക്കാൻ
തിരിച്ചു വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ലേ? ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നാച്ചുറലി നമ്മളോടൊരു വൈരാഗ്യം ഉണ്ടാവും. അതുപോലെ നമുക്ക് എന്ത് സംഭവിക്കാം? ഈ നമ്മളെ ഉപദ്രവിക്കുന്നവരോടും കഷ്ടപ്പെടുത്തുന്നവരോടും നമ്മുടെ ഉള്ളിലും എന്ത് സംഭവിക്കാം? ഈ പ്രീതി ഇല്ലായ്മ ഉണ്ടാകാം. ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്നാലും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇതിനെ സെൽഫ് പിറ്റിയിങ് എന്നാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ദോഷമായി പറയുകയോ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പണ്ടുകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഓർമ്മയിൽ കിടന്ന് എന്ത് സംഭവിക്കും? ഈ സഹോദരപ്രീതി പോയിട്ട് നമുക്ക് ഒരു സെൽഫ് പിറ്റിയിങ് ഉണ്ടാവും. സെൽഫ് പിറ്റിയിങ് എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ പാവം എന്നെ, അയ്യോ പാവം ഞാൻ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അവരെന്തുമാത്രം ഉപദ്രവിക്കുന്നത്, എന്നോടൊരു പാവം തോന്നണ്ടേ? നിങ്ങൾക്കെല്ലാം പാവം തോന്നുന്നുണ്ടോ? അത് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ആർക്ക് തോന്നാൻ വേണ്ടി? ഞാൻ പറയാണ്, എന്നെ ഒരാൾ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാ? അയാൾ എന്നെ ഉപദ്രവിക്കും, പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്ത് വേണം? ഒരു അയ്യോ പാവം കേട്ടോ എന്ന് പറഞ്ഞ് കേൾക്കാൻ എന്ത് രസമല്ലേ? അങ്ങനെ കേൾക്കാൻ രസമാണോ? ഇതിനെയാണ് സെൽഫ് പിറ്റിയിങ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ സെൽഫ് പിറ്റിയിങ് നമ്മുടെ ഉള്ളിലുണ്ടായാലും എന്ത് സംഭവിക്കും? നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ എതിർത്ത് നിൽക്കുന്ന, നമ്മളെ ഓടിക്കുന്ന സഹോദരന്മാരോട് നമുക്ക് ദേഷ്യം തോന്നും, വൈരാഗ്യം തോന്നും. നമ്മളെല്ലാവരും പറയുകയും ചെയ്യും, ഞാൻ അങ്ങനെ കഷ്ടം സഹിച്ചു, അവരെന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുകയും ചെയ്യും, അല്ലേ? പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പം എബ്രായ ലേഖനകർത്താവ് പറയാണ്, സഹോദര പ്രീതി നിലനിൽക്കണം, അതൊരിക്കലും പോകരുത്. ആരോടുള്ള സ്നേഹം? നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളോടുള്ള സ്നേഹം, അതുപോലെ സഭയിൽ കൂടി വരുന്ന സഹോദരങ്ങളോടുള്ള സ്നേഹം. ഈ സ്നേഹത്തിന് ഒരിടത്തും ഒരു കുറവും വരരുത്. അതിഥി സൽക്കാരം മറക്കരുത്. ഇവരാരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യണം? ഈ അതിഥി സൽക്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഭയങ്കര എളുപ്പമാണ്. ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് അതിഥികൾ ചെല്ലുന്നതന്നെ നേരത്തെ നോട്ടീസ് കൊടുത്തിട്ട് ചെല്ലാൻ പറ്റുള്ളൂ. ഒരു അതിഥി ചെല്ലുന്ന കാര്യം എനിക്കാണെങ്കിൽ നോട്ടീസ് കൊടുത്ത് ഒരിടത്തും പോകുന്ന ഇഷ്ടമില്ല. ഞാൻ എവിടെ ചെന്ന് കയറിയാലും പറയാതെയും മിണ്ടാതെയും ചെല്ലാറുള്ളൂ, മിക്കവാറും സ്ഥലത്തല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതും ഇതൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള പ്രഷർ വേണ്ട. ചെന്ന് കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല, ചായ കുടിച്ചിട്ട് പോരാ. നേരത്തെ പറയാതെ പോകുന്നതാണ് നമുക്കൊരു, നേരത്തെ പറഞ്ഞിട്ട് പോയതല്ല എന്തെല്ലാം ഉണ്ടാക്കിയാലോ, അല്ലേ? ശരിയല്ലേ? പറയാതെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അയ്യോ പറഞ്ഞിട്ട് വരാമായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ മതിയല്ലോ, തീർന്നില്ല പ്രശ്നം. എന്താ ഒരു ബുദ്ധിയല്ലേ? അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പറയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് പോരാ. അവർ ഉപദ്രവിക്കണ്ട. ഞാൻ നാളെ കഴിഞ്ഞ് രാവിലെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ പക്ഷേ മിക്കവാറും നമുക്ക് പരിചയമുള്ളവരും ബന്ധുക്കളും ഒക്കെയാണ് നമ്മുടെ അതിഥികൾ. ഓക്കെ, അവരെ സൽക്കരിക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ ഈ യഹൂദന്മാരുടെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. യഹൂദന്മാരുടെ കാലത്ത് അതിഥികൾ എന്ന് പറയുന്ന ആര് വേണേലും റൂട്ടിൽ കൂടെ വരാം. അതായത് അന്ന് ഹോട്ടലും മോട്ടലും ഇല്ല. ഈ വഴിയെ പോകുന്നവർക്കല്ലേ. ഇന്നും അതെ, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ അനാഥരോ അതിഥികളോ ആയിട്ട് അകപ്പെട്ടു പോയാൽ ഏത് വീട്ടിൽ ചെന്ന് കയറാം, അവരെല്ലാം നിങ്ങളെ സംരക്ഷിച്ചോളും. കാരണം അതൊരു കൾച്ചറാണ്. ആര് വന്നാലും സ്വീകരിക്കുന്ന ഒരു കൾച്ചർ. പക്ഷെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും സ്വീകരിച്ചാൽ പിന്നെ അവർ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണുമെന്ന് അറിയാൻ മേല. അത് വേറെ കാര്യം. അങ്ങനെ ഒരു പേടിയുള്ളതുകൊണ്ട് നമുക്കെല്ലാവരും പേടിയാണ്, അല്ലേ? സകലരെയും പേടിയാണ്. പക്ഷെ ഇവിടെ പറയാണ്, നിങ്ങൾ മരണത്തെ ജയിച്ചവരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? മരണത്തെ ജയിച്ചവർ എന്ത് ചെയ്യരുത്? അപ്പൊ അതിഥികളെ ശരിക്കും സൽക്കരിക്കണമെങ്കിൽ നമ്മൾ എന്തിനെ ജയിക്കണം? മരണത്തെ ജയിക്കണം. അപ്പൊ മരണത്തെ ജയിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിഥികളെ വീട്ടിനകത്തോട്ട് പോരേന്ന്. എങ്ങനെയുള്ള അതിഥികളെ? അപ്പൊ അധികം വായിക്കണ്ടല്ലേ, ഇത് ഭയങ്കര കട്ടിയല്ലേ? അപ്പൊ ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെങ്കിൽ ഈ മാർമികമായ നീതി, ഈ മാർമികമായ നീതി എന്ന് പറഞ്ഞാൽ എന്താ? ആ മാർമികമായ നീതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെളിപ്പാടില്ലാതെ മനസ്സിലാക്കാൻ പറ്റാത്ത നീതിയാണ് നമ്മൾ മാർമിക നീതി എന്ന് പറയുന്നത്. ഓക്കെ, പഴയ നിയമകാലത്ത് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. അവരെല്ലാം നീതിമാന്മാരായിരുന്നു. ആരൊക്കെ? മോശെ, ഹാബേല്, ഹാനോക്ക്, ഇവരെല്ലാവരും നീതിമാന്മാരായിരുന്നു. പക്ഷെ അവർ നീതിമാന്മാരാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ? ഇത് അവർക്ക് വെളിപ്പെട്ടില്ല. അവരുടെ ഉള്ളിൽ ആ മർമ്മം ഉണ്ടായിരുന്നു, വെളിപ്പെട്ടില്ല. ശരിയല്ലേ? ഹാബേല് ആടിനെ അറുത്തിട്ട് ദൈവത്തിന് മുമ്പിൽ ചെന്ന്, കർത്താവേ എനിക്കുള്ള ബെസ്റ്റ് ഇതായിരിക്കുന്നു, ഇതിനെ ഞാൻ യാഗമായി അർപ്പിക്കുന്നു എന്ന് പറയുമ്പം ഹാബേൽ അറിയുന്നില്ല ഇത് ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസത്താൽ വരുന്നൊരു നീതിയിലേക്കാണ് ഞാൻ നോക്കുന്നത്. മനുഷ്യ പ്രവൃത്തികൾ ഗുണമില്ലാത്തതാണ്, ദൈവത്തിന് മാത്രമേ എന്നെ നീതീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഹാബേൽ പറയുന്നതെന്ന് ഹാബേലിനറിയില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അതവന് വെളിപ്പെട്ടിട്ടില്ല. അത് മാർമികമായി അവൻ്റെ ഉള്ളിൽ കിടക്കുക. മോശെ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പം മോശെ അറിയുന്നില്ല ഞാൻ ക്രിസ്തുവിൻ്റെ നിന്ദയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അവൻ അറിയുന്നില്ല. അത് മാർമികമായി ഉള്ളിൽ കിടക്കുക. എന്നിട്ട് അപ്പോസ്തലൻ വരുമ്പോഴാണ് പറയുന്നത്,
ഈ തലമുറകളായി മറഞ്ഞു കിടന്ന മർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേജസ്സിൻ്റെ ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം. അത് പണ്ട് മറഞ്ഞു കിടക്കുമായിരുന്നു, എന്നാൽ ഇത് ഇന്ന് റിയലി വെളിയിൽ വന്നിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉള്ളിൽ യേശുക്രിസ്തു ജീവനോടെ വസിച്ചിട്ടില്ല, അവർക്ക് ആ നിഴൽ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ആത്മാവിലൂടെയാണ് കർത്താവ് നമ്മളിൽ അധിവാസം ചെയ്തത്. അതുകൊണ്ട് അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കവനന്റിലാണ് നമ്മളുള്ളത്. പക്ഷെ അവരെല്ലാവരും അനുഗമിച്ചത് ഒരേ കർത്താവിനെ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അതിഥി സൽക്കാരമല്ല, ഏത് വിശുദ്ധ കാര്യം ചെയ്യണമെങ്കിലും നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ ജീവൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു നല്ല കുടുംബജീവിതം നയിക്കണമെങ്കിലും ഈ കർത്താവിൻ്റെ ജീവൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മരണത്തെ ഭയപ്പെടരുത്. മരണത്തെ ഭയപ്പെട്ടാൽ, അല്ലെ, മരണത്തെ പോലും ഭയപ്പെടാത്ത ഒരാൾക്ക് മാത്രമേ ആ വിശ്വാസത്തിൻ്റെ ജീവൻ ശരിക്കും എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്? ഓക്കെ. ഈ പാമ്പുകളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, കണ്ടിട്ടുണ്ടോ? മരണത്തെ പേടിയുണ്ടോ അവർക്ക്? ഒരു പേടിയുമില്ല, മരണത്തെ പേടിയില്ല. അത് ഈ സ്നേഹത്തിനകത്ത് ഈ മരണം പാമ്പിനേക്കാളും കഷ്ടമാണ് നമ്മുടെയൊക്കെ ചില ആൾക്കാരുടെ, നമ്മളെപ്പോലുള്ള ചില ആൾക്കാരുടെ സ്വഭാവം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അപ്പോൾ പാമ്പിനെ ഹാൻഡിൽ ചെയ്യുന്നവൻ അതിനെ സ്നേഹിച്ചാലേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യരെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? തിരിച്ച് കടിക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, തിരിച്ച് ഉപദ്രവിക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് വേണം? സ്നേഹം. ഈ സ്നേഹമാണ് എല്ലാറ്റിൻ്റെ മുകളിൽ രാജത്വം എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനാൽ നിങ്ങൾ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവദൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും ഏഞ്ചൽസ് വന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ എബ്രാഹിമിൻ്റെ കാലത്ത് ഇങ്ങനെ ഏഞ്ചൽസ് വന്ന് സൽക്കരിച്ചു എന്നുള്ളൊരു ഇതുണ്ട് തന്നെ. എന്നാൽ ഇതല്ലാതെ തന്നെ ദൂതൻ എന്ന വാക്ക് മെസ്സഞ്ചർ എന്നുള്ള അർത്ഥത്തിൽ സാധാരണഗതിയിൽ ഏത് മനുഷ്യനെക്കുറിച്ചും, അതായത് ദൈവത്തിൻ്റെ സന്ദേശവുമായി വരുന്ന ഏതൊരാളെക്കുറിച്ചും പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വേറൊരു അർത്ഥം കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. ദൈവം വേണമെങ്കിൽ അവൻ്റെ ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ വിടാം. എങ്ങനെയുണ്ട്? ഇപ്പോൾ ദൈവം ഒരാളെ പറഞ്ഞു വിടും നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പോകോ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ആരായിരിക്കും? ചിലപ്പോൾ ശരിക്കും ദൈവം നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ആളായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഭയങ്കര നഷ്ടമാണ് നമുക്ക് വന്നതെന്ന്. ഇത് ഒരു ഏഞ്ചൽ വേഷം കെട്ടി വരണമെന്ന് നിർബന്ധമില്ല. അതല്ലാതെ തന്നെ ദൈവം നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞു വിടാം, ഒരു സഹായത്തിന് വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ആ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് ഈ ദൈവം അയക്കുന്ന ആളുകളെ ആരായാലും, അത് ചിലപ്പോൾ നമ്മുടെ ജഡത്തിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇത് നിങ്ങൾക്ക് തോന്നില്ല ഇത് വളരെ ടഫാണ്? വളരെ ടഫാണ് അല്ലേ? വളരെ ടഫാണ്. ഈ ടഫാണ്. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് അസാധ്യമായ മാർമികമായ നീതി എന്ന് പറയുന്നത്. നിങ്ങളിനി വഴിയെ പോകുന്നവരെല്ലാവരും വിളിച്ച് വീട്ടിൽ കയറ്റാൻ പോകണോ? നിങ്ങളത് ചെയ്യാനൊന്നും പോകുന്നില്ല. ചെയ്യാൻ പോകുന്നുണ്ടോ? കണ്ടോ? അപ്പോൾ തന്നെ പറഞ്ഞ് നടക്കുകയല്ലെന്നല്ലേ അല്ലേ? പക്ഷേ ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ സ്വഭാവം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി നാളെ ഒരുത്തം വന്നിട്ട് എന്തെങ്കിലും പറ്റിച്ചിട്ട് പോയാലും നമുക്ക് വിഷമമൊന്നും തോന്നില്ല. കാരണം എന്താ നമ്മുടെ ഉള്ളിൽ ആരാ ഉള്ളത്? ഈ നീതി എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ച് നടന്ന് ചെയ്യുന്നതുമല്ല. ഇങ്ങ് പോരാട്ടോ, എൻ്റെ വീട്ടിൽ പോരാട്ടോ എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റി അടിമേടിക്കുന്നതല്ല ഈ പരിപാടി. ദൈവം അതൊക്കെ തക്ക സമയത്ത് നമുക്ക് തന്നോളും. അപ്പോൾ അത് മാത്രമല്ല, വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ അത് നമ്മുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ പ്രധാനമാണ്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. അപ്പോൾ വിവാഹ ജീവിതത്തിനകത്ത് ഒരു ഭാര്യയും ഭർത്താവുമായുള്ള സന്തോഷത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും ദൈവം നൽകിയിട്ടുണ്ട്. അതായത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരിക്കലും എന്തില്ല, മ്ലേച്ഛമായതൊന്നുമില്ല, അശുദ്ധമായതൊന്നുമില്ല. അത് ദൈവിക പരിശുദ്ധിയിലാണ് നിർവഹിക്കപ്പെടേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, കന്യകമാരുടെ മലിനപ്പെടാത്തവർ എന്ന് 1,44,000 പേരെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടത് വെളിപ്പാട് പുസ്തകത്തിൽ? ഓക്കെ. ആ മലിനപ്പെടുന്നത് എങ്ങനെയാണ്? വിവാഹത്തിനകത്തല്ല മലിനപ്പെടുന്നത്. വിവാഹത്തിനകത്ത് ആരെങ്കിലും മലിനപ്പെടുമോ? വിവാഹ ബന്ധത്തിൽ ആരെങ്കിലും മലിനപ്പെടുമോ? ആരും മലിനപ്പെടില്ല. വിവാഹബന്ധത്തിലല്ല, വിവാഹബന്ധത്തിന് പുറത്താണ് എന്ത് സംഭവിക്കുന്നത്? മാലിന്യം സംഭവിക്കുന്നത്. അതായത് ഒരു മാര്യേജിന് വെളിയിലുള്ള എല്ലാ സെക്ഷൽ ആക്ടിവിറ്റിയും പാപമാണ്. ഒരു വിവാഹത്തിൻ്റെ കവനൻറ്റിന് വെളിയിലുള്ളതെല്ലാം പാപമാണ്. ഓക്കെ. ഞാനിത് എന്തുകൊണ്ടാണ് ഒരു വേർപാടിനെ കുറിച്ചുള്ള വിശുദ്ധി വേർപാട് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നതെന്ന് പറയാനുള്ള കാരണം 10-ാം വാക്യം മുതലുള്ള വാക്യങ്ങളാണ്. നമ്മൾ ഇന്നേ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന യാഗത്തെ സംബന്ധിക്കുന്ന പുറത്ത് വെച്ച് ചുട്ട് കളയുന്നു. അപ്പം ഈ മഹാപുരോഹിതൻ എന്താ ചെയ്യുന്നത്? ആ രക്തം എന്ത് ചെയ്യുന്നു? ആ മൃഗത്തിൻ്റെ ഉടൽ എന്ത് ചെയ്യുന്നു? വെളിയിലിട്ട്, ആ ദേവാലയത്തിന് വെളിയിലിട്ട് ചുട്ട്. വായിച്ചു നോക്കി. അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച്
അപ്പോൾ ശരീരം നഗരവാതിലിന് പുറത്ത് സഫർ ചെയ്യുന്നു. നമ്മൾ നോക്കുമ്പോൾ രക്തം അവിടെയാണ് അർപ്പിക്കപ്പെട്ടത്. എവിടെ അർപ്പിക്കപ്പെട്ടത്? നഗരത്തിനകത്താണോ പുറത്താണോ? പുറത്ത് അർപ്പിക്കപ്പെട്ടത് അല്ലേ? ശരീരം എവിടെ നുറുക്കപ്പെട്ടത്? നഗരത്തിനകത്താണോ പുറത്താണോ? പുറത്താണല്ലേ? ഓക്കെ. അപ്പോൾ പക്ഷെ രക്തവും ശരീരവും ശരിക്കും അർപ്പിക്കപ്പെട്ടത് എവിടെയാ? എവിടെ പറഞ്ഞേക്കുന്നേ? ആ നിത്യ കൂടാരത്തിലാണ് ഇത് രണ്ടും അർപ്പിക്കപ്പെട്ടത്. മനസ്സിലായോ? ഈ ശരീര രക്തങ്ങൾ എവിടെ ഓഫർ ചെയ്യപ്പെട്ടത്? നിത്യ കൂടാരത്തിലാണ്. അപ്പോൾ ഭൗതികമായ ശരീരം എവിടെ തകർക്കപ്പെട്ടു? ഈ മണ്ണിൽ നഗരവാതിലിന് വെളിയിൽ തകർക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താന്ന് നോക്കിയേ. അടുത്ത വാക്യം, ആകയാൽ നാം അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് എങ്ങോട്ട് വരണം? പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. അപ്പം നമ്മൾ എങ്ങനെയാണ് വേർപെടുന്നത്? എവിടെന്നാണ് വേർപെടുന്നത്? നമ്മുടെ പാളയത്തിന് വെളിയിലോട്ട് ഇറങ്ങുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വേർപാടെന്ന് പറയുന്നത്. അതെന്ത് അന്വേഷിച്ചാണ് ചെല്ലുന്നത്? മാനം അന്വേഷിച്ചല്ല, നിന്ദ അന്വേഷിച്ച്. കാരണം അവിടെ നഗരവാതിലിന് വെളിയിൽ ഒരാൾ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നുണ്ടോ, നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ അടുത്ത് ചെല്ലുക. അവൻ എന്തിനു വേണ്ടിയാണ് രക്തം കൊടുത്തത്? നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. അതിൽ എഴുതിയിരിക്കുന്ന 12-ാം വാക്യത്തിൽ, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു വിശുദ്ധമായ സ്വഭാവം ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് എങ്ങോട്ട് വരണം? പാളയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം. അവിടെ ആരുണ്ട്? പാളയത്തിന് പുറത്ത് ആരുണ്ട്? നിങ്ങൾ പാളയത്തിനകത്താണോ പുറത്താണോ? നമ്മൾ ചിലപ്പം വിചാരിക്കും, ഓ ഞാൻ പഴയ യാക്കോബ സഭയൊക്കെ വിട്ടു, ഹിന്ദു മതമൊക്കെ വിട്ടു, കത്തോലിക്ക സഭ വിട്ടു, പെന്തക്കോസ് മതമൊക്കെ വിട്ടു, ഞാനിപ്പോൾ കർത്താവിൻ്റെ സ്വന്തമാണ്, പാളയത്തിന് പുറത്താന്ന് വിചാരിക്കും. എന്നാൽ അതല്ല പാളയം. നമ്മുടെ കംഫേർട്ടായിട്ട് നമ്മളിരിക്കുന്ന സ്ഥലം, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മളെ പുകഴ്ത്തി പറയുന്നവർ, ഇതാണ് ഈ പാളയം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും എവിടെയെങ്കിലും പാളയം അടിച്ചിരിക്കുന്നത്. ഇനി അവിടെയും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവരുടെ നിന്ദ ഞാൻ റിസ്ക് ചെയ്യണം. ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് ആ കംഫേർട്ട് ലെവൽ റിസ്ക് ചെയ്യാൻ എനിക്ക് പറ്റണം. ആ നിന്ദ ഞാൻ ചുമക്കണം. അപ്പോൾ സ്നേഹത്തിനൊരു കുറവുണ്ടാകരുത് അല്ലേ? സ്നേഹിച്ചുകൊണ്ട് നിന്ദ ഏൽക്കാൻ നമ്മളെ സഹായിക്കണേ. നമ്മൾ ആരുടെ അടുത്ത് ചെല്ലണം? ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ ആരാ നമ്മളെ നിന്ദിക്കുന്നത്? ഈ ലോകം നമ്മളെ നിന്ദിക്കും, സാരമില്ല. നമുക്ക് ആ പ്രീതിക്ക് ഒരു കുറവില്ല, നമുക്കൊരു സ്നേഹത്തിനും കുറവില്ല. ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മക്കളായാലും ഇതെല്ലാം ഒരേ പ്രിൻസിപ്പിൾ തന്നെയാണ്. നമുക്ക് സ്നേഹത്തിനൊരു കുറവുമില്ല. അവർ നിന്ദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർ നിന്ദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാളയത്തിന് പുറത്ത് ആരുടെ അടുത്താ? ക്രിസ്തുവിൻ്റെ അടുത്ത്. അതുപോലെ നിന്ദിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ഇന്ന് നിൽക്കുക. അപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവാണ് ഈ ആളുകളോടെല്ലാം സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ശരിക്കുമുള്ള വേർപാടെന്ന് പറയുന്നത് നമ്മൾ എവിടെ ജീവിക്കുന്നോ അവിടെ സത്യത്തിന് വേണ്ടി സാക്ഷിയാവുകയും ആ പാളയത്തിന് വെളിയിലേക്ക് നമുക്ക് കംഫേർട്ട് തരുന്ന പാളയത്തിന് വെളിയിലേക്ക് സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കാൻ വേണ്ടി. ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കുടുംബജീവിതമൊക്കെ തകർത്തിട്ട് ഇറങ്ങിപ്പോകും. വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം, പക്ഷേ സ്നേഹമില്ലാതാകരുത്. ആ കുടുംബത്തിൽ എന്തില്ലാതാകരുത്? സ്നേഹമില്ല. നിങ്ങൾക്കാണ് വിശ്വാസമെങ്കിൽ നിങ്ങളായിരിക്കണം കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. അതാണ് യേശുവിൻ്റെ യഥാർത്ഥ സാക്ഷ്യം. അപ്പോൾ അവിടെ നിന്ദ ഉണ്ടാകും, പരിഹാസം ഉണ്ടാകും, ഉപദ്രവം ഉണ്ടാകും, ബട്ട് സ്റ്റിൽ ലവ് ആണ് ഇതിൻ്റെ എല്ലാം മുകളിൽ. ഏത് മതത്തിൻ്റെ മുകളിലും നിലനിൽക്കുന്ന രാജത്വം എടുക്കുന്നത് കർത്താവിൻ്റെ ക്യാരക്ടറാണ്, അത് അവൻ്റെ സ്നേഹമാണ്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നിന്ദയും പരിഹാസവും കഷ്ടതയും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്നതൊന്നും ഇവിടുത്തെ ഒരു സെറ്റിൽമെൻ്റ് അല്ല. നമ്മൾ അന്വേഷിക്കുന്നതെല്ലാം സ്വർഗത്തിലെ നിത്യമായ വാസമാണ്, ആ പ്രത്യാശയാണ്. എത്ര പേർക്ക് വിശ്വാസത്തിൻ്റെ ഉറപ്പ് ലഭിക്കുന്നുണ്ട്? ധൈര്യം ലഭിക്കുന്നുണ്ട്? നിന്ദ സഹിക്കാനും കഷ്ടത അനുഭവിക്കാനും അപ്പോൾ സ്നേഹിക്കാനും, മതം കൊണ്ടല്ല, യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കാനും, നമ്മുടെ കുടുംബത്തെ പണിയുവാനും, നമ്മുടെ മക്കളെ പരിപാലിക്കാനും, നമ്മുടെ സഭയിൽ ഒരു നല്ല കല്ലായി അല്ലെ അപ്പത്തിൽ ഒരംശയായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, അവനെ മഹത്വപ്പെടുത്തേണ്ട രീതിയിൽ അവൻ്റെ മഹത്വത്തെ കണ്ട് അവനെ ആരാധിക്കുവാനും ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത ആ ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളിൽ തന്നിരിക്കുന്ന എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. കർത്താവെ, അങ്ങ് ജീവിച്ച ആ ലൈഫിലേക്ക്, കർത്താവെ, ആ ഒരു സെപ്പറേഷനിലേക്ക്, മറ്റുള്ളവരെ പോലെ അല്ലാത്ത
കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആ ജീവൻ്റെ ഇടുക്കു വഴികളിലൂടെ സന്തോഷത്തോടെ നിന്ദ ചുമന്നുകൊണ്ട് കർത്താവെ അങ്ങനെ അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു.